കറണ്ട് അഫയേഴ്സ് 365ലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ജൂലൈ മാസത്തെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സിനെ പറ്റിയാണ്. സോ നമ്മുടെ പഴയ ചാനൽ, അതായത് ലേക്ക് നൗ ലേണിംഗ്, അതിൻ്റെ പേര് മാറി നമ്മൾ പുതിയ പേരിലാണ് നമ്മൾ ഇനി മുതൽ അറിയപ്പെടുന്ന കറണ്ട് അഫയേഴ്സ് 365. സോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ജൂലൈ മാസത്തെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ്. ഒരു കാര്യം നിങ്ങൾ ആലോചിക്കണം, ഈ ജൂൺ മാസം അല്ലെങ്കിൽ ജൂലൈ മാസം ആയിക്കോട്ടെ, ഏത് മാസം ആയിക്കോട്ടെ, ഒരു ദിവസം നമുക്ക് കിട്ടുന്ന കറണ്ട് അഫയേഴ്സ് ചിലപ്പോൾ 10 ചോദ്യം ഉണ്ടാവും. അങ്ങനെ 30 ദിവസം ആവുമ്പോൾ ഏതാണ്ട് 300 ചോദ്യമാവും. സോ ഈ 300 ചോദ്യം കാണാപ്പാഠം പഠിക്കാമെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ പറ്റും, ഒരു മാസത്തെ നമുക്ക് പറ്റിയെന്ന് വരും. പക്ഷെ അങ്ങനെ 12 മാസമോ അല്ലെങ്കിൽ അതായത് ഒരു കൊല്ലോ അല്ലെങ്കിൽ 2 കൊല്ലത്തേക്ക് നമുക്ക് നോക്കേണ്ടി വരും. അങ്ങനെ ആകുമ്പോൾ നമുക്കിത് കാണാപ്പാഠം പഠിക്കുക എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. സോ ആകെ കൂടിയുള്ളവയിൽ 2-3 തവണ നമ്മൾ വായിച്ചെടുക്കുക, അപ്പോൾ നമുക്കിത് കിട്ടും. സോ നമ്മുടെ ഇപ്പോൾ ഈ ജൂലൈ മാസത്തെ കറണ്ട് അഫയേഴ്സ് എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. എന്നാൽ ഒരുവിധം നമുക്ക്, അതായത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും ഉണ്ട്, എന്നാൽ അതിൻ്റെ താഴെ കുറച്ചും കൂടി ലെസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും നമ്മൾ ഇതുണ്ട്. എന്നാൽ തീരെ ആവശ്യമില്ലാത്ത നമ്മൾ ഒഴിവാക്കുന്നുണ്ട്, അത് നമ്മൾ ചെയ്യുന്നില്ല. സോ നമ്മുടെ ഈ ചാനലിലെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ്, അതായത് ജൂലൈ മാസത്തെ കറണ്ട് അഫയേഴ്സ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളൊക്കെയാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ ഇത് നമ്മൾ ചോദ്യ തരത്തിലല്ല നമ്മൾ ചെയ്തിരിക്കുന്നത്, മറിച്ച് വൺ വേർഡ് ആയിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. സോ ഇന്നത്തെ ഈ ടോപ്പിക്കിൽ നമ്മൾ എന്തൊക്കെയാണ് കവർ ചെയ്യാൻ പോകുന്നത് നമുക്ക് നോക്കാം. നമ്മൾ ഒരു എക്സ്ട്രാ ഫാക്ട്സ് ആയിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ചില കാര്യം, അതായത് നമുക്ക് ഇതിൽ അറിയപ്പെടേണ്ട എന്നാലും നോക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും. 2 ഇന്ത്യയായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ കവർ ചെയ്യുക. 3 എഗ്രിമെൻറ്റ്, അതായത് ഇന്ത്യയായിട്ട് ബന്ധപ്പെട്ടുള്ള ചില എഗ്രിമെൻറ്റ് കാര്യങ്ങൾ. 4 ഇൻഡെക്സ്, ഇന്ത്യയുടെ റാങ്കിങ്. 5 വെന്യൂസ്, എവിടെ വെച്ചിട്ടാണ് മീറ്റിംഗ് നടന്നതെന്നുള്ളത്. 6 ഫുൾ ഫോംസ്. 7 അപ്പോയിൻമെൻറ്റ്സ്, അത് ഇന്ത്യയായിട്ട് ബന്ധപ്പെട്ട് മാത്രമല്ല ലോക നേതാക്കളുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറയും. പിന്നെ വേൾഡ് മാറ്റേഴ്സായിട്ട് ബന്ധപ്പെട്ടുള്ള, അതായത് ലോകത്ത് ആദ്യത്തെ ചില കാര്യങ്ങൾ ഇപ്പോൾ വന്നിട്ടുണ്ട് അതൊക്കെ. പിന്നെ സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറയും. ബ്രാൻഡ് അംബാസഡേഴ്സ്. പിന്നെ അവാർഡ്സ്, ഈ ജൂലൈ മാസം കിട്ടിയ അവാർഡ്സ്, ആർക്കൊക്കെയാണ് അവാർഡ് കിട്ടിയത് അത്. പിന്നെ മരണവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറയും. പിന്നെ ബാങ്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ വന്നിട്ടുണ്ട്, അത് നമ്മൾ നോക്കുന്നതായിരിക്കും. പിന്നെ 15ാമതായിട്ട് IT ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, പിന്നെ സ്പേസ് മിഷൻസ്, പിന്നെ സ്പീഷീസ്. ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഈ ജൂലൈ മാസത്തെ കറണ്ട് അഫയേഴ്സിൽ കവർ ചെയ്യുന്നത്. ഓക്കെ, സോ ആദ്യം തന്നെ നമുക്ക് എക്സ്ട്രാ ഫാക്ട്സിലേക്ക് പോകാം. അതായത് ഭാരതീയ സാക്ഷ്യ അധിനിയം. ഓക്കെ, BSA, അതായത് ഇപ്പോൾ പുതിയതായിട്ട് നിങ്ങൾ കേട്ടുകയാണ് പുതിയ നിയമങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ളത്. സോ അതാണ് ആദ്യത്തെ നമ്മൾ പറയാൻ പോകുന്നത്, ഭാരതീയ സാക്ഷ്യ അധിനിയം, അതായത് BSA 2023 എന്ന് പറയും. ഇത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യൻ എവിഡൻസ് ആക്ട് ഉണ്ടായിരുന്നു ഇവിടെ മുമ്പ്. ഓക്കെ, ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നിരുന്ന ഇന്ത്യൻ എവിഡൻസ് ആക്ട്, അതായത് 1872 ഇന്ത്യൻ എവിഡൻസ് ആക്ട് ആയിരുന്നു നമ്മൾ ഇതുവരെ ഈ തെളിവ് ശേഖരണത്തിനും കാര്യങ്ങളും നമ്മൾ ഉപയോഗിച്ചിരുന്നത്. സോ അതിന് പകരമായിട്ട് ഇന്ത്യ സ്വന്തമായിട്ട് ഉണ്ടാക്കിയതാണ് ഈ ഭാരതീയ സാക്ഷ്യ അധിനിയം എന്ന് പറഞ്ഞിട്ടുള്ള. സോ ഈ ഇന്ത്യൻ എവിഡൻസ് ആക്ടിലും മൊത്തം 167 സെക്ഷൻസ് ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. ആദ്യമല്ല, ഈ ഇന്ത്യൻ എവിഡൻസ് ആക്ടിൽ മൊത്തം 167 സെക്ഷൻസാണ് ഉണ്ടായിരുന്നത്. സോ അതിന് പകരമായിട്ട് ഭാരതീയ സാക്ഷ്യ അധിനിയം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നിയമമാണ് നമ്മൾ ഇന്ത്യ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് എന്തിനാണ് ഇത് കൊണ്ടുവന്നതെന്ന് ചോദിച്ചാൽ, പഴയ ബ്രിട്ടീഷുകാരുടെ ഇന്ത്യൻ എവിഡൻസ് ആക്ടിന് പകരമായിട്ടാണ് ഈ ഭാരതീയ സാക്ഷ്യ അധിനിയം അല്ലെങ്കിൽ BSA കൊണ്ടുവന്നിരിക്കുന്നത് നോക്കുക. ഇത് എന്നാ നിലവിൽ വന്നതെന്ന് ചോദിച്ചാൽ ജൂലൈ 1. ഓക്കെ, ജൂലൈ 1, 2024 നോക്കാം. മാത്രമല്ല ഇതിൽ ചില കാര്യങ്ങൾ, അതായത് ഇപ്പോൾ എന്ന് വെച്ചിട്ട് നമ്മൾ സ്വന്തമായിട്ട് എല്ലാ നിയമം കൊണ്ടുവന്നൊന്നുമില്ല, ഈ ഇന്ത്യൻ എവിഡൻസ് ആക്ടിലെ പല നിയമങ്ങളും ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്, പ്ലസ് പുതിയതായിട്ടും കൊണ്ടുവന്നിട്ടുണ്ട്. സോ ഇതിൽ ഈ ഓറൽ എവിഡൻസും ഇലക്ട്രോണിക്കലി റെക്കോർഡ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. മാത്രമല്ല ഓറൽ എവിഡൻസ് ടു ബി ടേക്കൻ ഇലക്ട്രോണിക്കലി, നമ്മൾ പറയുന്ന ഓറലായിട്ട് പറയുന്ന കാര്യങ്ങൾ എന്താണോ അതും നമ്മൾ ഇലക്ട്രോണിക്കലി റെക്കോർഡ് ചെയ്യണം. മാത്രമല്ല ഈ വിക്ടിംസിൻ്റെ മൊഴിയെടുക്കുമ്പോൾ അത് ഓഡിയോ ആയാലും വീഡിയോ ആയാലും അതുവഴി റെക്കോർഡ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. മാത്രമല്ല ഈ സെക്കൻഡറി എവിഡൻസിൽ എന്തൊക്കെ ഉൾപ്പെടുത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓറൽ ആൻഡ് റിട്ടൺ അഡ്മിഷൻസ്. ഓക്കെ, മുമ്പ് ഇത് ഇല്ലായിരുന്നു, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓറൽ മാത്രമേ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ സെക്കൻഡറി എവിഡൻസിൽ ഓറലും റിട്ടണും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് നോക്കാം. ഇനി ഓറൽ എവിഡൻസിൽ എന്തൊക്കെ പെടുന്നു വെച്ചാൽ, അതായത് കോടതിക്ക് ചിലപ്പോൾ ഒരു വിവരത്തെ പറ്റിയിട്ട് കൂടുതലായിട്ട് അറിയില്ല, എന്നാൽ അതുമായിട്ട് അറിയപ്പെടുന്ന ഒരു വ്യക്തി, ഒരു വൈദഗ്ധ്യമുള്ള ഒരു വ്യക്തിൻ്റെ അറിയുന്ന ഒരു വൈദഗ്ധ്യമുള്ള വ്യക്തിൻ്റെ അയാൾ പരിശോധിച്ച് അത്
എന്ത് രേഖയാണ് ഹാജരാക്കുന്നത് അതിനെ ഒരു തെളിവായിട്ട് സ്വീകരിക്കുക എന്നാണ് പറയുന്നത്. അതായത് സെക്കൻഡറി എവിഡൻസ് ആയിട്ട്. ദ്വിതീയ തെളിവുകളിൽ ഒരു രേഖ പരിശോധിച്ച വ്യക്തിയുടെ തെളിവുകൾ ഉൾപ്പെടുന്നു. അതിൻ്റെ ഒറിജിനൽ കോടതി സൗകര്യപ്രദം പരിശോധിക്കാൻ കഴിയാത്ത നിരവധി അക്കൗണ്ടുകൾ മറ്റ് രേഖകൾ അടങ്ങിയിരിക്കുന്നു. കൂടാതെ അത്തരം രേഖകൾ പരിശോധിക്കുന്ന വൈദഗ്ധ്യമുള്ള വ്യക്തി എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല, ഈ ചിലപ്പോൾ കോടതിക്ക് അതിനെപ്പറ്റി കൂടുതലായിട്ട് ചിലപ്പോൾ അറിയാൻ പറ്റാത്ത കാര്യങ്ങളുണ്ട്. അങ്ങനെയുള്ള കാര്യത്തിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പരിചയമുള്ള അറിയപ്പെടുന്ന ഒരു വ്യക്തി ഇത് എക്സ്പെർട്ട് ആയിട്ടുള്ള ഒരു വ്യക്തികളുടെ തീരുമാനം എന്താ അതിനെ ഒരു സെക്കൻഡറി എവിഡൻസ് ആയിട്ട് നമുക്ക് എടുക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഇതിൽ ഇത്രയൊന്നും നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. ഇന്ത്യൻ എവിഡൻസ് ആക്ടിന് പകരമായിട്ട് വന്ന ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ BSA ഭാരതീയ സാക്ഷ്യ അധിനിയമം 2023 നിലവിൽ വന്നത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജൂലൈ 1, 2024. അതേപോലെ വന്ന അടുത്തൊരു നിയമമാണ് ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത 2023. ഇത് എന്തിന് പകരമായിട്ടാണ് വന്നതെന്ന് ചോദിച്ചാൽ CRPC നിയമത്തിന് പകരമായിട്ടാണ് ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത 2023 നോക്കുക. അതായത് BNSS ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത 2023 എന്തിന് പകരമായിട്ട് വന്നതെന്ന് ചോദിച്ചാൽ CRPCക്ക് പകരമായിട്ടാണ് വന്നതെന്ന് നോക്കുക. ഈ CRPC 1973 മുമ്പ് എത്ര സെക്ഷൻസ് ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ 484 സെക്ഷൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത് നോക്കാം. ഇത് പാസ്സാക്കിയത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓഗസ്റ്റ് 11, 2023 ഇത് പാസ്സാക്കിയത്. എന്നാൽ ഇത് നിലവിൽ വരുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജൂലൈ 1 കൂടി നോക്കുക. ജൂലൈ 1, 2024. സോ CRPC BNSSൽ ഇപ്പോൾ എത്ര സെക്ഷൻസ് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 531 സെക്ഷൻസ് ആണ് ഇപ്പോൾ BNSSൽ ഉള്ളത്. എന്നാൽ CRPCയിൽ 484. ഇതാണ് വ്യത്യാസം. ഓക്കെ. പിന്നെ മാത്രമല്ല പോലീസ് കസ്റ്റഡിയായിട്ട് ബന്ധപ്പെട്ട് 15 ദിവസം പോലീസ് കസ്റ്റഡിയാണ് ഇപ്പോൾ ഈ ഭാരതീയ BNSSൽ അനുവദിച്ചിരിക്കുന്നതും കൂടി നോക്കാം. സോ ഇതിൽ അറിയപ്പെടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ BNSS അതായത് ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത എന്തിന് പകരമായിട്ടാണ് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ CRPCക്ക് പകരമായിട്ടാണ് വന്നതെന്ന് നോക്കുക. CRPCയിൽ മുമ്പ് 484 സെക്ഷൻസ് ഉണ്ട്. എന്നാൽ ഇപ്പോൾ BNSSൽ എത്ര ഉണ്ടെന്ന് ചോദിച്ചാൽ 531 സെക്ഷൻസ്. എന്നാൽ നിലവിൽ വന്നതെന്ന് ചോദിച്ചാൽ 1 ജൂലൈ 2024. പിന്നെ ഈ പോലീസ് കസ്റ്റഡി ഒന്നും പ്രത്യേകിച്ച് നോക്കണമെന്നില്ല, അതൊക്കെ ഈ സ്പെഷ്യൽ ടോപ്പിക്ക് പഠിക്കുന്നവർക്ക് നോക്കിയാൽ മതി. ഇപ്പോൾ എത്ര പോലീസ് കസ്റ്റഡി ദിവസത്തെയാണ് കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ 15 ദിവസത്തെയാണെന്ന് കൂടി നോക്കാം. അടുത്ത നിയമമാണ് ഭാരതീയ ന്യായ് സംഹിത 2023. ഭാരതീയ ന്യായ് സംഹിത 2023 BNS. ഓക്കെ. ഇത് എന്തിന് പകരമായിട്ടാണ് വന്നിരിക്കുന്നതെന്ന് ചോദിച്ചാൽ IPC ഇന്ത്യൻ പീനൽ കോഡിന് പകരമായിട്ടാണ് BNS വന്നിരിക്കുന്നത് നോക്കുക. ഭാരതീയ ന്യായ് സംഹിത. സോ ഈ IPCയിൽ മുമ്പ് എത്ര സെക്ഷൻസ് ഉണ്ടെന്ന് ചോദിച്ചാൽ 511 സെക്ഷൻസ് ആണെന്ന് നോക്കുക. ഇതെന്നാ നിലവിൽ വന്നതെന്ന് ചോദിച്ചാൽ ഈ 3 നിയമവും നമ്മൾ നേരത്തെ പറഞ്ഞിരുന്ന 3 നിയമവും നിലവിൽ വന്നത് 1 ജൂലൈ 2024. ഈ ഭാരതീയ ന്യായ് സംഹിതയിൽ ഇപ്പോൾ എത്ര സെക്ഷൻസ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 358 സെക്ഷൻസ് ആണ്. ഓക്കെ. സോ 511 സെക്ഷൻസിൽ നിന്നും ഇപ്പോൾ എത്രയായി കുറഞ്ഞു? 358 സെക്ഷൻസ് ആയിട്ട് കുറഞ്ഞു. മാത്രമല്ല പുതിയ 20 ന്യൂ ക്രൈംസും കൂടി ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. പലതിൻ്റെ ശിക്ഷകൾ കൂട്ടുകയും ചെയ്തിട്ടുണ്ട്. 33 ക്രൈമുകളിൽ മാത്രമല്ല പണിഷ്മെൻറ്റ് കൂട്ടിയിട്ടുണ്ട്. സോ അങ്ങനെയുള്ള ചില മാറ്റങ്ങൾ ഇതിൽ വന്നിട്ടുണ്ട്. പുതിയ ക്രൈംസ് ഇതിൽ ഉൾപ്പെടുത്തി BNSൽ. അതുപോലെ തന്നെ അതിൻ്റെ ശിക്ഷ കാലാവധി കൂട്ടി, പണിഷ്മെൻറ്റ് കൂട്ടി, അങ്ങനെ പല മാറ്റങ്ങൾ ഈ BNSൽ വന്നിട്ടുണ്ട്. സോ BNS എന്തിനു പകരം വന്നു എന്ന് ചോദിച്ചാൽ IPCക്ക് പകരമാണ്. മുമ്പ് IPCയിൽ 511 ആണെങ്കിൽ ഇപ്പം 358 സെക്ഷൻസ് ആണ് കൂടി നോക്കാം. പിന്നെ 0 FIR എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംവിധാനം കൊണ്ടുവന്നിട്ടുണ്ട്. വേറൊന്നുമല്ല, മുമ്പ് അതായത് പോലീസ് സ്റ്റേഷനിലാണ് FIR രജിസ്റ്റർ ചെയ്യേണ്ടതെങ്കിൽ ഇന്ന് ഈ 0 FIR പ്രകാരം നമുക്ക് ഏത് സ്റ്റേഷൻ്റെ പരിധിയിലും വേണമെങ്കിൽ നമുക്ക് FIR രജിസ്റ്റർ അല്ലെങ്കിൽ FIRലെ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഇതും കൂടി ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട് BNSൽ. മാത്രമല്ല 90 പോലീസുകാരുടെ നിർബന്ധമായിട്ടും ഈ കംപ്ലയിൻറ്റ് ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഈ കംപ്ലയിൻറ്റ് കൊടുത്ത ആൾക്ക് 90 ദിവസത്തിനുള്ളിൽ അറിയിക്കണം എന്ത് കാര്യങ്ങളാണ് ഇതിൻ്റെ മേലിൽ എടുത്തിട്ടുള്ളത് എന്നുള്ളത്. മാത്രമല്ല അതിന് ശേഷം ഓരോ 15 ദിവസം കൂടുമ്പോഴും ഈ കംപ്ലയിൻറ്റ് കൊടുത്ത വ്യക്തിയെ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അറിയിക്കണം. പിന്നെ മാത്രമല്ല ഇതിൽ കൊണ്ടുവന്ന വേറൊരു മാറ്റമാണ് ഈ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരെ, സിവിൽ സർവൻസ് അതുപോലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥരുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ട്രയൽ നടത്താൻ ഗവൺമെൻറ് അനുമതി വേണം. സോ ഗവൺമെൻറ് അനുമതി 120 ദിവസം കൊണ്ട് കൊടുക്കും വേണമെന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. സോ ഇതിൽ ഇത്രയും മാത്രം നോക്കിയാൽ മതി. ഭാരതീയ ന്യായ് സംഹിത എന്തിനു പകരം വന്നു ചോദിച്ചാൽ IPCക്ക് ഇപ്പോൾ എത്രയും ചോദിച്ചാൽ 358 സെക്ഷൻസ് ആണും കൂടി നോക്കാം. അടുത്താണ് ക്യാബിനറ്റ് കമ്മിറ്റി ആൻഡ് സെറ്റ്സ്. അതായത് ക്യാബിനറ്റ് കമ്മിറ്റിയും അതിൻ്റെ തലവന്മാരുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യമാണ് നമ്മൾ പറയുന്നത്. അതായത് ക്യാബിനറ്റ് കമ്മിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ പുതിയ മന്ത്രിസഭയൊക്കെ വന്നു, അതുകൊണ്ട് ഈ കമ്മിറ്റികളിലും മാറ്റം വന്നിട്ടുണ്ട്.
സോ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യമാണ് നമ്മൾ നോക്കുന്നത്. ഈ അപ്പോയിൻമെൻറ്റ് കമ്മിറ്റി ഉണ്ട്. അപ്പോയിൻമെൻറ്റ് കമ്മിറ്റിയിലെ ആൾക്കാർ ആരൊക്കെയെന്ന് ചോദിച്ചാൽ ഒന്ന് പ്രധാനമന്ത്രിയും പിന്നെ ഹോം മിനിസ്റ്ററും, അതായത് അമിത്ഷാ. പിന്നെ അടുത്തൊരു കമ്മിറ്റിയാണ്, മൊത്തം 8 കമ്മിറ്റികളുണ്ട് കേട്ടോ, 8 കമ്മിറ്റിയാണ്. രണ്ടാമത്തെ കമ്മിറ്റിയാണ് ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റി. സോ ഇതിൽ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ ഒന്ന് പ്രൈം മിനിസ്റ്റർ ഉണ്ട്, ഹോം മിനിസ്റ്റർ, ഡിഫൻസ് മിനിസ്റ്റർ, അതുപോലെ തന്നെ ഫൈനാൻസ് മിനിസ്റ്റർ ഉണ്ട്, പിന്നെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്ററും ഈ കമ്മിറ്റിയിൽ ഉണ്ടെന്ന് നോക്കണം. അടുത്താണ് ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ എക്കണോമിക് അഫയേഴ്സ്. എക്കണോമിക് അഫയേഴ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇതിൽ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ പ്രൈം മിനിസ്റ്റർ ഉണ്ട്, ഹോം മിനിസ്റ്റർ ഉണ്ട്, ഡിഫൻസ് മിനിസ്റ്റർ ഉണ്ട്, ഫിനാൻസ് മിനിസ്റ്റർ ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ സെക്യൂരിറ്റി കമ്മിറ്റിയിലുള്ള അതേ അംഗങ്ങൾ പ്ലസ് ഇതിൽ വരാൻ പോകുന്നത് എക്സ്റ്റേണൽ അഫയേഴ്സിന് പകരം വരുന്നത് അഗ്രികൾച്ചർ മിനിസ്റ്റർ ആണെന്നും കൂടി നോക്കാം. ഓക്കെ, അഗ്രികൾച്ചർ മിനിസ്റ്റർ. അടുത്താണ് ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ പൊളിറ്റിക്കൽ അഫയേഴ്സ്. ഈ പൊളിറ്റിക്കൽ അഫയേഴ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യത്തിലും ഇതേ ആൾക്കാർ തന്നെയാണ് വരുന്നത്, അതായത് പ്രൈം മിനിസ്റ്റർ, ഹോം മിനിസ്റ്റർ, ഡിഫൻസ് മിനിസ്റ്റർ, ഫിനാൻസ് മിനിസ്റ്റർ, ഈ പൊളിറ്റിക്കൽ അഫയേഴ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ. അടുത്താണ് ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ഗ്രോത്ത്. ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ഗ്രോത്തിൽ വരുന്ന ആരൊക്കെയെന്ന് ചോദിച്ചാൽ പ്രൈം മിനിസ്റ്റർ ഉണ്ട്, ഫിനാൻസ് മിനിസ്റ്റർ ഉണ്ട്, റോഡ് മിനിസ്റ്റർ, അതുപോലെ തന്നെ റെയിൽവേ മിനിസ്റ്റർ, ഈ ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ഗ്രോത്തുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. അടുത്ത കമ്മിറ്റിയാണ് ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സ്കിൽ, എംപ്ലോയ്മെൻറ്റ് ആൻഡ് ലൈവ്ലിഹുഡ്. ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാം ആരൊക്കെ വരുന്നുള്ള. ഒന്ന് എഡ്യൂക്കേഷൻ മിനിസ്റ്റർ വരും, പിന്നെ ലേബർ മിനിസ്റ്റർ വരും, തൊഴിൽ കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട്. ഇവർക്ക് ഇന്ത്യയിലാണ്, അതുകൊണ്ട് തന്നെ ഹോം മിനിസ്റ്റർ വരും, പ്ലസ് ഡിഫൻസ് മിനിസ്റ്ററും കൂടി ഇതിൽ വരും നോക്കാം. അടുത്താണ് ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ പാർലമെൻ്ററി അഫയേഴ്സ്. സോ പാർലമെൻ്ററി അഫയേഴ്സിൽ വരുന്ന ആരൊക്കെ ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ പാർലമെൻ്ററി അഫയേഴ്സ്, അതിൽ വരുന്നത് ഒരാളേ ഉള്ളൂ, അത് ഡിഫൻസ് മിനിസ്റ്ററാണ്. അടുത്താണ് ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ അക്കോമഡേഷൻ. അതിൽ വരുന്നത് ഹോം മിനിസ്റ്റർ വരും, ഫിനാൻസ് മിനിസ്റ്റർ വരും, അതുപോലെ തന്നെ ഹൗസിംഗ് മിനിസ്റ്ററും വരും. സോ ഇതാണ് 8 കമ്മിറ്റി. ഈ കമ്മിറ്റിയിലെ ഓരോ ആൾക്കാർ ആരൊക്കെയാണെന്നും കൂടി ഇതിൽ നോക്കണം. പിന്നെ അടുത്തതാണ് നമ്മൾ പറയുന്നത് നീതി ആയോഗ്. ഈ നീതി ആയോഗുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യം നമുക്ക് നോക്കണം. അതായത് ഇപ്പോഴത്തെ അതിൻ്റെ ചെയർമാൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ചെയർപേഴ്സൺ ആരാന്ന് ചോദിച്ചാൽ നരേന്ദ്രമോദി തന്നെയാണ്. അതേപോലെ തന്നെ അതായത് പ്രൈം മിനിസ്റ്ററാണ് ആ പദവിയിൽ എപ്പോഴും വരിക. ഓക്കെ, പിന്നെ വൈസ് ചെയർമാൻ അല്ലെങ്കിൽ വൈസ് ചെയർപേഴ്സൺ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സുമൻ കെബറി ആണെന്ന് നോക്കാം. അടുത്തതാണ് ഫുൾ ടൈം മെമ്പേഴ്സ്. ഇപ്പോൾ 4 ഫുൾ ടൈം മെമ്പേഴ്സ് ഉണ്ട്. അത് ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ ഒന്ന് വി.കെ. ഷെറാവത്ത് ഉണ്ട്, വി.കെ. സരസ്വത്, പിന്നെ രമേശ് ചന്ദ്, അതുപോലെ തന്നെ വി.കെ. പോൾ ഉണ്ട്, പിന്നെ അരവിന്ദ് വീരമണി. ഇങ്ങനെ 4 പേരാണ് ഫുൾ ടൈം മെമ്പേഴ്സ്. ഇത് നോക്കി വെക്കണം. പിന്നെ 15 യൂണിയൻ മിനിസ്റ്റർമാർ ഇതിൽ വരുന്നുണ്ട്. ഈ 15-ൽ 4 ക്യാബിനറ്റ് മിനിസ്റ്റർമാരാണ് വരുന്നത്. അങ്ങനെ നിർബന്ധമൊന്നുമില്ല, എന്നാലും ഈ 4 എക്സ് ഒഫീഷ്യോ മെമ്പർമാരാണ്. ഓക്കെ, 15 മിനിസ്റ്റർമാർ വരും, അതിൽ 4 പേര് എക്സ് ഒഫീഷ്യോ അംഗങ്ങളാണ്. ഓക്കെ, അത് ആരൊക്കെയാണ് നമുക്ക് നോക്കാം. ഒന്ന് രാജ്നാഥ് സിംഗ് ഉണ്ട്, അതായത് ഡിഫൻസ് മിനിസ്റ്റർ, പിന്നെ ഹോം മിനിസ്റ്റർ അമിത്ഷാ, പിന്നെ ഫിനാൻസ് മിനിസ്റ്റർ ആയിട്ടുള്ള നിർമ്മല സീതാരാമൻ, പിന്നെ അഗ്രികൾച്ചർ മിനിസ്റ്റർ ആയിട്ടുള്ള ശിവരാജ് സിംഗ് ചൗഹാൻ. ഓക്കെ, പിന്നെ അതല്ലാണ്ട് വേറെ കുറച്ച് മിനിസ്റ്റർമാരും കൂടി വരുന്നുണ്ടെന്ന് നോക്കാം. ഇത് ക്യാബിനറ്റ് പദവിയുള്ള ആൾക്കാരാണ് ഈ എക്സ് ഒഫീഷ്യയിൽ വരുന്നത്. അടുത്തതാണ് വേറെ ഈ നമ്മൾ പറഞ്ഞു യൂണിയൻ മിനിസ്റ്റർമാർ 15 നമ്മൾ പറഞ്ഞല്ലോ, അതിൽ 4 എക്സ് ഒഫീഷ്യോ അംഗങ്ങളായിട്ട്, അതായത് ക്യാബിനറ്റ് പദവിയുള്ള ആൾക്കാർ. ബാക്കിയുള്ള ക്യാബിനറ്റ് പദവി തന്നെയാണ്. അതിൽ നിർബന്ധമില്ല എല്ലാവരും, ചിലവർ ക്യാബിനറ്റ് പദവി ഇല്ലാത്ത ആൾക്കാരുമാണ്. സോ നമുക്ക് ഇതിൽ കൂടി നോക്കേണ്ടത് ഈ 4 അതായത് ഈ ക്യാബിനറ്റ് പദവിയിൽ നിന്നും വരുന്ന ഈ എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ ആരാണെന്ന് നോക്കുക. അത് ഈ 4 പേരാണ്. ഒന്ന് ഫിനാൻസ് മിനിസ്റ്റർ, ഹോം മിനിസ്റ്റർ, ഡിഫൻസ്, അതുപോലെ തന്നെ അഗ്രികൾച്ചർ മിനിസ്റ്റർ. ഇത് കൂടാതെ 11 മിനിസ്റ്റർമാരും കൂടി ഈ ഇതിൽ അംഗങ്ങളായിട്ട് വരുന്നുണ്ട്. അത് ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ നിതിൻ ഗഡ്കരി, പിന്നെ JP നഡ്ഡ ഹെൽത്ത് മിനിസ്റ്റർ, പിന്നെ ഹെവി ഇൻഡസ്ട്രീസ് ആൻഡ് സ്റ്റീലിൻ്റെ HD കുമാരസ്വാമി, പിന്നെ ജിതിൻ റാം മാഞ്ചി, പിന്നെ ലല്ലൻ സിംഗ് JDUവിൻ്റെ, പിന്നെ വീരേന്ദ്ര കുമാറുണ്ട്, സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർ മിനിസ്റ്ററാണ്, പിന്നെ TDPൻ്റെ റാം മോഹൻ നായിഡു, അതായത് സിവിൽ ഏവിയേഷൻ, പിന്നെ ജുവൽ ഓറം ഉണ്ട്, ട്രൈബൽ അഫയേഴ്സിൻ്റെ, വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് അന്നപൂർണ ദേവിയുണ്ട്, പിന്നെ ചിരാഗ് പാസ്വാൻ ഉണ്ട്, അതുപോലെ തന്നെ റാവു ഇന്ദ്രജിത് സിംഗ്. സോ ഇത്രയും പേരാണ് ഈ നമ്മുടെ നീതി ആയോഗിൻ്റെ മെമ്പർമാരിൽ വരുന്നത്. സോ നമ്മൾ ഇതിൽ നോക്കേണ്ടത് ഒരു ചെയർപേഴ്സൺ ഉണ്ട്, ഒരു വൈസ് ചെയർപേഴ്സൺ ഉണ്ട്, 4 ഫുൾ ടൈം മെമ്പേഴ്സ്, പിന്നെ 4 എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ, അത് ക്യാബിനറ്റ് പദവി, പിന്നെ 11 യൂണിയൻ മിനിസ്റ്റർമാർ. മൊത്തം 15 അതിൽ 4 എക്സ് ഒഫീഷ്യോ അംഗങ്ങളാണെന്ന് നോക്കാം.
അടുത്താണ് ഇന്ത്യയായിട്ട് ബന്ധപ്പെട്ടുള്ള കറണ്ട് അഫയേഴ്സാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഈ ഫസ്റ്റ് നാഷൻ ടു പ്രിപ്പയർ എ ഫുൾ ലിസ്റ്റ് ഓഫ് ഫോണ ഏതാണെന്ന് ചോദിച്ചാൽ ഇന്ത്യയാണ്. ഏതാണ്ട് മൊത്തം 1,04,561 സ്പീഷീസാണ് ഇതിലുള്ള നോക്കുക. ഇത് സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയാണ് ഈ ഡാറ്റ ലിസ്റ്റ് പ്രിപ്പയർ ചെയ്ത് നോക്കുക. ഇത് പബ്ലിഷ് ചെയ്തത് ഭുവേന്ദ്ര യാദവ്, അതായത് എൻവയോൺമെൻറ്റൽ മിനിസ്റ്റർ ആണെന്നും കൂടി നോക്കാം. പിന്നെ മൊത്തം എത്ര ബേർഡ് സ്പീഷീസ് ഉണ്ടെന്ന് ചോദിച്ചാൽ 1358 ബേർഡ് സ്പീഷീസ് ആണെന്നും കൂടി നോക്കാം. സോ ഇതിൽ നോക്കേണ്ടത് ഫസ്റ്റ് നാഷൻ ടു പ്രിപ്പയർ എ ഫുൾ ലിസ്റ്റ് ഓഫ് ഫോണ ഏതാണെന്ന് ചോദിച്ചാൽ ഇന്ത്യയാണ് നോക്കുക. അടുത്താണ് ഇന്ത്യൻ എയർഫോഴ്സ് വെപ്പൺ സിസ്റ്റം സ്കൂൾ എവിടെ വരുന്നതെന്ന് ചോദിച്ചാൽ ഹൈദരാബാദിലാണ്. ഇത് ഇനോഗ്രേറ്റ് ചെയ്ത് VR ചൗധരിയാണ്. അടുത്താണ് ജി കിഷൻ റെഡ്ഡി ഇനോഗ്രേറ്റഡ് ദ ഡിസ്ട്രിക്ട് മിനറൽ ഫൗണ്ടേഷൻ ഗാലറി എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശാസ്ത്രി ഭവനിലാണെന്ന് നോക്കുക. അടുത്താണ് സമ്പൂർണത അഭിയാൻ. സമ്പൂർണത അഭിയാൻ ഇത് ലോഞ്ച് ചെയ്യുന്ന ആരാന്ന് ചോദിച്ചാൽ നീതി ആയോഗാണ്. ഓക്കെ, സമ്പൂർണത അഭിയാൻ. അടുത്താണ് 46ാമത്തെ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് കമ്മിറ്റി സെഷൻ എവിടെ നടക്കുന്നതെന്ന് ചോദിച്ചാൽ ഇന്ത്യയിലാണ്, ന്യൂഡൽഹിയിലാണ് നോക്കുക. അടുത്തതാണ് MA ഇൻ ഭഗവത്ഗീത സ്റ്റഡീസ്, അങ്ങനെ ഒരു കോഴ്സ് കൊണ്ടുവരുന്ന സ്ഥാപനം ഏതാണെന്ന് ചോദിച്ചാൽ IGNOU ആണെന്ന് നോക്കുക. അടുത്താണ് ദിവ്യ കലാമേള ആൻഡ് ദിവ്യ കലാശക്തി ഇത് എവിടെ നടക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒഡീസയിലാണ് നോക്കുക. സോ ദിവ്യ കല ആൻഡ് ദിവ്യ കലാശക്തി നടക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒഡീസയിലാണ് നോക്കുക. അടുത്താണ് ഇന്ത്യസ് ഫസ്റ്റ് ഹ്യൂമൻ സ്പേസ് മിഷൻ്റെ പേരാണ് ഗഗൻയാൻ. അടുത്താണ് സിട്രസ് ഫ്രൂട്ട് പാർക്ക് എവിടെയാണ് വരുന്നതെന്ന് ചോദിച്ചാൽ മിസോറാമിലാണെന്നും കൂടി നോക്കാം. അടുത്താണ് ഇന്ത്യ ഗോട്ട് $1.5 ബില്യൺ ഫോർ ഗ്രീൻ ഹൈഡ്രജൻ മിഷൻ എവിടെ നിന്നാണ് കിട്ടിയെന്ന് ചോദിച്ചാൽ വേൾഡ് ബാങ്കിൽ നിന്നാണ് $1.5 ബില്യൺ കിട്ടിയെന്ന് നോക്കുക. ഹജ്ജ് കമ്മിറ്റി ഇപ്പോൾ ഏത് മിനിസ്ട്രീൻ്റെ കീഴിലാണെന്ന് ചോദിച്ചാൽ മൈനോറിറ്റി അഫയേഴ്സിൻ്റെ കീഴിലാണെന്ന് നോക്കുക. മുമ്പ് ഇത് ഏത് മിനിസ്ട്രിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൈനോറിറ്റി മിനിസ്ട്രീൻ്റെ അല്ല, ഇപ്പം മൈനോറിറ്റി മിനിസ്ട്രിയാണ് എന്നും കൂടി നോക്കുക. അടുത്താണ് കൺവീനർ ഓഫ് ദ അഡ്വൈസറി ബോർഡ് ഓഫ് 16th ഫിനാൻസ് കമ്മീഷൻ ആരാന്ന് ചോദിച്ചാൽ പൂനം ഗുപ്തയാണ്. അടുത്താണ് പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ഇനോഗ്രേറ്റ്സ് INS ടവർ അറ്റ് എവിടെയാണെന്ന് ചോദിച്ചാൽ മുംബൈയിലാണ്. അതേപോലെ തന്നെ മോസ്റ്റ് ഫോളോഡ് ലീഡർ ഓൺ എക്സ്, അതായത് ട്വിറ്ററിൽ വിത്ത് 100 മില്യൺ ഫോളോവേഴ്സുള്ള നേതാവ് ആരാന്ന് ചോദിച്ചാൽ നരേന്ദ്രമോദിയാണ്. ഫസ്റ്റ് നാഷണൽ ടോൾ ഫ്രീ ആൻറ്റി നർക്കോട്ടിക്സ് ഹെൽപ്പ് ലൈൻ നമ്പർ, അതായത് ആൻറ്റി നർക്കോട്ടിക്സ് ഹെൽപ്പ് ലൈൻ നമ്പർ എത്രയാണെന്ന് ചോദിച്ചാൽ 1933. ഓക്കെ, 1933 നോക്കാം. ഇതിൻ്റെ ഒപ്പം ലോഞ്ച് ചെയ്ത ഒരു സർവീസാണ് മാനസ് എന്ന് പറഞ്ഞിട്ട് പദാർത്ഥ നിഷേധ അസൂചന കേന്ദ്ര എന്നാണ് ഈ മാനസിൻ്റെ ഫുൾ ഫോം നോക്കുക. നിർബന്ധമൊന്നുമില്ല, ഇത് നോക്കുക. സോ മെയിനായിട്ട് നോക്കേണ്ട ഹെൽപ്പ് ലൈൻ നമ്പർ എത്രയാണെന്ന് ചോദിച്ചാൽ 1933 ആണ് നോക്കുക. അടുത്താണ് ഇന്ത്യസ് 500 റേഡിയോ സ്റ്റേഷൻ എവിടെയാണ് വരുന്നതെന്ന് ചോദിച്ചാൽ ഐസാവിലാണ് നോക്കാം. അടുത്താണ് ആസാംസ് ചെറൈഡിയോ മൊയ്ത, അത് ഈ യുനെസ്കോൻ്റെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ പെട്ടു നോക്കുക. ആസാമിൻ്റെ ചെറൈഡിയോ മൊയ്ത. അടുത്താണ് ഫസ്റ്റ് ഇൻ ഇന്ത്യ ടു ഇൻസ്റ്റാൾ എ വിൻഡ് ടർബൈൻ ഫോർ പവർ ജനറേഷന് വേണ്ടിയിട്ട് ഒരു വിൻഡ് ടർബൈൻ എവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യുമെന്ന് ചോദിച്ചാൽ പെരിയാർ വൈൽഡ് ലൈഫ് ടൈഗർ റിസർവിലാണ് നോക്കുക, തേക്കടിയിലെ പെരിയാർ ടൈഗർ റിസർവ്. അടുത്താണ് ഈ സഹദ് ടെലി കൺസൾട്ടൻസി കൊണ്ടുവന്നത് ഇന്ത്യൻ ആർമിയാണ് നോക്കുക. ഇനി നമ്പർ ഓഫ് ടൈഗേഴ്സ് ഡൈഡ് ഇൻ ഇന്ത്യ ഡ്യൂറിങ് ദ 5 years, 5 കൊല്ലത്തിൽ എത്ര ടൈഗേഴ്സ് മരിച്ചു എന്ന് ചോദിച്ചാൽ 628 ടൈഗേഴ്സ് മരിച്ചു നോക്കുക. മാത്രമല്ല ഇപ്പോൾ നമുക്കറിയാം പ്രസിഡന്റ് ഈ രാഷ്ട്രപതി ഭവനിലെ ചില ഹാളിൻ്റെ പേരൊക്കെ മാറ്റിയിരുന്നു. അതെന്താണെന്ന് നോക്കാം. ഒന്ന് ദർബാർ ഹാളിൻ്റെ പേരാണ് ഗണതന്ത്ര മണ്ഡപം. ഓക്കെ, അതുപോലെ തന്നെ അശോക് ഹാളിൻ്റെ പുതിയ പേരാണ് അശോക് മണ്ഡപം. മാത്രമല്ല പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി അനൗൺസസ് $1 million ഗ്രാൻഡ് ടു ആർക്കാന്ന് ചോദിച്ചാൽ യുനെസ്കോന്. ഓക്കെ, $1 million ഗ്രാൻഡാണ് യുനെസ്കോന് കൊടുത്തതെന്ന് നോക്കുക. മാത്രമല്ല യൂണിയൻ ബഡ്ജറ്റ് 2024-25 മൊത്തം ഏറ്റവും കൂടുതൽ വിഹിതം കിട്ടിയ മേഖല ഏതാണെന്ന് ചോദിച്ചാൽ ഡിഫൻസ് മിനിസ്ട്രിക്കാണ്. എത്രയെന്ന് ചോദിച്ചാൽ 6.22 lakh crore ആണെന്ന് നോക്കാം. അടുത്താണ് ഗവ്ര ആൻഡ് കുഷ്മുണ്ട ഗോൾഡ് മൈൻ എവിടെയാണെന്ന് ചോദിച്ചാൽ ഛത്തീസ്ഗഡിലാണെന്ന് നോക്കാം. അടുത്താണ് ഓപ്പറേഷൻ നന്നെ ഫരിസ്റ്റെ എന്തുമായിട്ട് ബന്ധപ്പെട്ടാന്ന് ചോദിച്ചാൽ ഈ കുട്ടികളെ കണ്ടെത്താൻ വേണ്ടിയിട്ട്, അതായത് ട്രെയിനിലോ അല്ലെങ്കിൽ കടത്തുക അല്ലെങ്കിൽ കുട്ടികളെ കാണാതാവുക, അങ്ങനെ കണ്ടെത്തി കൊണ്ടുവരിക, അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഓപ്പറേഷൻ കൊണ്ടുവന്നത്. ഇത് നടപ്പാക്കുന്നത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ RPF ആണ് നോക്കുക, റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ്.
അടുത്താണ് ഫോറസ്റ്റ് കവറുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയിൽ ഇപ്പോൾ എത്ര ശതമാനം ഫോറസ്റ്റ് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 21.71% ആണെന്ന് നോക്കാം. ഏറ്റവും കൂടുതൽ ആന്ധ്രാപ്രദേശാണ് 29,000 സ്ക്വയർ കിലോമീറ്റർ ഏരിയ ഇപ്പോൾ എന്താ ഫോറസ്റ്റ് ആണ്. ഏറ്റവും കൂടുതൽ ആന്ധ്രാപ്രദേശാണ്. രണ്ടാമതാണ് അരുണാചൽ പ്രദേശ്. അടുത്താണ് ഇന്ത്യൻ ഷിപ്പ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദ 328th റഷ്യൻ നേവി ഡേ. ഈ റഷ്യൻ നേവി ഡേയുടെ 328ാമത്തെ ഇത് ആഘോഷിക്കാൻ പോയ ഇന്ത്യൻ ഷിപ്പ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തബാർ ആണെന്ന് നോക്കാം. ഐനസ് തബാർ. അതേപോലെ തന്നെ ഇന്ത്യ $2.5 മില്യൺ കൊടുത്തിട്ടുണ്ട്. ആർക്കാണ് കൊടുത്തതെന്ന് ചോദിച്ചാൽ പാലസ്റ്റീൻ റെഫ്യൂജീസിനാണെന്ന് നോക്കാം. അടുത്താണ് ഈ അടുത്ത് സംവിധാൻ ദിവസമായിട്ട് ആചരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജൂൺ 25-നാണെന്ന് നോക്കാം. അടുത്താണ് 4th ക്യാപിറ്റൽ ഇൻ നോർത്ത് ഈസ്റ്റ് ഇന്ത്യ ടു ഗെറ്റ് എ റെയിൽ കണക്ടിവിറ്റി ഏതാണെന്ന് ചോദിച്ചാൽ ഐസാവലിനാണെന്ന് നോക്കാം. ഓക്കെ, മിസോറാമിൻ്റെ ഐസാവൽ. അടുത്താണ് ഏഷ്യാസ് ഫസ്റ്റ് പ്രീ ക്ലിനിക്കൽ നെറ്റ്വർക്ക് ഫെസിലിറ്റി ഫോർ ഹെൽത്ത് സ്റ്റഡി. ആരോഗ്യത്തിൻ്റെ പഠനത്തിന് വേണ്ടിയിട്ടൊരു ഫെസിലിറ്റി എവിടെയാണ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഫരീദാബാദാണ് നോക്കാം. അടുത്താണ് ഇന്ത്യ ഒരു ഗ്ലോബൽ ചെസ് പവർ ഹൗസ് ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് തീരുമാനമെടുത്ത IIT ഏതാണെന്ന് ചോദിച്ചാൽ IIT മദ്രാസ് ആണെന്ന് നോക്കാം. അടുത്താണ് ഈ കാർഗിൽ വിജയ് ദിവസ്, അത് ജൂലൈ 26, അതുമായിട്ട് അതിൻ്റെ ഓർമ്മയ്ക്ക് അല്ലെങ്കിൽ അതിനെ പ്രമാണിച്ചിട്ട് അതിൻ്റെ 25ാം വാർഷികം പ്രമാണിച്ചിട്ട് ഒരു 25 സ്റ്റാമ്പ് ഇറക്കിയിരുന്നു. ആ സ്റ്റാമ്പ് ഇറക്കിയ ഡിപ്പാർട്ട്മെൻറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പോസ്റ്റ് ആണെന്ന് നോക്കാം. ഓക്കെ, അടുത്താണ് ബസ്റ്റ് ഓഫ് മഹാത്മാഗാന്ധി വാസ് അൺവെയിൽഡ്. അതായത് മഹാത്മാഗാന്ധിൻ്റെ ഒരു ഫുൾ അല്ലാത്ത പാർഷ്യലായിട്ടുള്ള ഒരു സ്റ്റാച്ചു വെച്ചിരുന്നു. അത് എവിടെയാണെന്ന് ചോദിച്ചാൽ ടോക്കിയോയിലാണ് അൺവെയിൽ ചോദിച്ചു. എവിടെയാണ് സെറ്റ് ചെയ്തതെന്ന് ചോദിച്ചാൽ ടോക്കിയോയിലാണെന്ന് നോക്കാം. അടുത്താണ് ബെസ്റ്റ് ഷിപ്പ് ഓഫ് ഈസ്റ്റേൺ ഫ്ലീറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ INS ഡൽഹിയാണ്. ബെസ്റ്റ് ഫ്ലീറ്റ് ഷിപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ INS ഡൽഹി. അടുത്താണ് ഇന്ത്യസ് ലോങ്സ്റ്റ് ആൻഡ് ലാർജസ്റ്റ് അർബൻ ടണൽ എവിടെയാണെന്ന് ചോദിച്ചാൽ താനെ ടു ബോറിവല്ലി ആണെന്ന് നോക്കാം. ഓക്കെ, ലാർജസ്റ്റ് ആൻഡ് ലോങ്ങസ്റ്റ് ടണലാണ് ഏത്? താനെ ടു ബോറിവല്ലി. അടുത്താണ് ഇന്ത്യ അൺവെയിൽസ് ഇൻഡിജിനസ് ലൈറ്റ് ടാങ്ക്. ഓക്കെ, ലൈറ്റ് ടാങ്ക് അത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൊറാവറാണെന്ന് നോക്കാം. DRDO ആണ്. അതുപോലെ തന്നെ ലാർസൺ ആൻഡ് ടുബ്ബറും കൂടിയാണ് ഇത് ചേർന്ന് എസ്റ്റാബ്ലിഷ് ചെയ്തതെന്ന് നോക്കാം. സോ ലൈറ്റ് ടാങ്ക് ഏതാണെന്ന് ചോദിച്ചാൽ സൊറാവറാണ്. അത് DRDO അതുപോലെ തന്നെ ലാർസൺ ആൻഡ് ടുബ്ബറും ചേർന്നിട്ടാണ് എസ്റ്റാബ്ലിഷ് ചെയ്തെന്ന് നോക്കാം. അടുത്താണ് തീം ഓഫ് ഇന്ത്യൻ മൊബൈൽ കോൺഗ്രസ് എന്താണെന്ന് ചോദിച്ചാൽ ദ ഫ്യൂച്ചർ ഓഫ് നോ. ഇതൊന്നും ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാലും നോക്കാം. അടുത്താണ് ഇന്ത്യാസ് നാഷണൽ ഫ്ലാഗ് ഡേ എന്നാൽ ആചരിക്കും ചോദിച്ചാൽ ജൂലൈ 22-നാണെന്ന് നോക്കാം. അടുത്താണ് ഇന്ത്യസ് ഫസ്റ്റ് സങ്കൻ മ്യൂസിയം എവിടെയാണെന്ന് ചോദിച്ചാൽ ഹുമയൂൺസ് ടോംബിലാണെന്ന് നോക്കാം. അടുത്താണ് 1 DI ആൻഡ് 1 സബ്സ്ക്രിപ്ഷൻ സ്കീം മുംബൈയിലെ കൊണ്ടുവന്ന ഡിപ്പാർട്ട്മെൻറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ അറ്റോമിക് എനർജി ഡിപ്പാർട്ട്മെൻ്റ് ആണെന്ന് നോക്കാം. അടുത്താണ് ആൻറ്റി ഡംപിങ് ഡ്യൂട്ടി ഇപ്പോൾ എത്രയാണെന്ന് ചോദിച്ചാൽ 17% നോക്കാം. അതുപോലെ തന്നെ ഇന്ത്യ 30 ട്രില്യൺ എക്കോണമി ആവാൻ ഉദ്ദേശിക്കുന്ന സമയം എപ്പോഴാന്ന് ചോദിച്ചാൽ 2047 കൂടി നോക്കാം. അടുത്താണ് ഇന്ത്യസ് ഫസ്റ്റ് ഇൻറ്റഗ്രേറ്റഡ് അഗ്രി എക്സ്പോർട്ട് ഫെസിലിറ്റി എവിടെയാണ് വരുന്നതെന്ന് ചോദിച്ചാൽ ജവഹർലാൽ നെഹ്റു പോർട്ടിലാണെന്ന് നോക്കാം, മുംബൈ. ഓക്കെ, അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞു ഇന്ത്യസ് 500th കമ്മ്യൂണിറ്റി റേഡിയോ സ്റ്റേഷൻ എവിടെയാണ് വരാൻ പോകുന്നതെന്ന് ചോദിച്ചാൽ ഐസാവലിലാണെന്ന് നോക്കാം. അടുത്താണ് എക്സസൈസ് കോൺക്വസ്റ്റ് എവിടെ നടക്കാൻ പോകുന്നത്? ഉലൻ ബാർട്ടറിലാണെന്ന് നോക്കാം. അടുത്താണ് രാജീവ് ഗാന്ധി സിവിൽ അഭയ ഹസ്തം സ്കീം ലോഞ്ച് ചെയ്ത് തെലങ്കാന ഗവൺമെൻറ് ആണെന്ന് നോക്കാം. അടുത്താണ് ലോക്പത്ത് മൊബൈൽ ആപ്പ് ഇത് ഫോർ റോഡ് ആയിട്ട് ബന്ധപ്പെട്ടുള്ള കംപ്ലൈൻറ്റ് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് ലോക്പത്ത് മൊബൈൽ ആപ്പ് കൊണ്ടുവന്ന് മധ്യപ്രദേശ് ഗവൺമെൻറ് ആണെന്ന് നോക്കാം. അടുത്താണ് ഇന്ത്യസ് മോസ്റ്റ് വാല്യുബിൾ ബ്രാൻഡ് ഏതാണെന്ന് ചോദിച്ചാൽ ടാറ്റയാണ്. ഓക്കെ, അടുത്താണ് മോസ്റ്റ് പവർഫുൾ നോൺ ന്യൂക്ലിയർ എക്സ്പ്ലോസീവ് ഡെവലപ്ഡ് ബൈ ഇന്ത്യൻ നേവി ഡെവലപ്പ് ചെയ്ത മോസ്റ്റ് പവർഫുൾ നോൺ ന്യൂക്ലിയർ എക്സ്പ്ലോസീവ് ഏതാണെന്ന് ചോദിച്ചാൽ സെബക്സ് 2 ആണെന്ന് നോക്കാം. അടുത്താണ് പ്രൊജക്ട് നെക്സസ് കൊണ്ടുവന്നത് RBI ആണ്. ഈ മണി സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമാണ് എന്നും കൂടി നോക്കാം. അടുത്താണ് 41,000 ഇയേഴ്സ് ഓൾഡ് ഓസ്ട്രിച്ച് നെസ്റ്റ്. ഇപ്പോൾ ഓസ്ട്രിച്ചിൻ്റെ ഒരു 41,000 വർഷം പഴക്കമുള്ള ഒരു നെസ്റ്റ് കണ്ടെത്തി എവിടെയാണെന്ന് ചോദിച്ചാൽ ആന്ധ്രാപ്രദേശിലാണെന്ന് നോക്കാം. അടുത്താണ് റോഡ് സേഫ്റ്റി ആക്ഷൻ പ്ലാൻ കൊണ്ടുവരുന്ന ആദ്യ സംസ്ഥാനം രാജസ്ഥാനാണെന്ന് നോക്കാം. ഓക്കെ, അടുത്താണ് ഈ ഖനികളിൽ വേല ഇല്ലാത്ത ആദ്യ ഖനി ഏതാണെന്ന് ചോദിച്ചാൽ ജാർഖണ്ഡിലെ മൈക്ക ഖനിയാണെന്ന് നോക്കാം.
അടുത്താണ് അസ്മിത പ്രൊജക്റ്റ് എന്ന് പറഞ്ഞൊരു പ്രൊജക്റ്റ് ഉണ്ട്. ഇത് കൊണ്ടുവന്നത് നമ്മുടെ UGC, അതായത് നമ്മുടെ പഠനത്തോടൊപ്പം ഒരു ഇന്ത്യൻ ലാംഗ്വേജസും കൂടി പഠിക്കുക എന്നുള്ള ഉദ്ദേശത്തെ കൂടിയാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത്. ഈ അസ്മിതയുടെ ഫുൾ ഫോം എന്താണെന്ന് ചോദിച്ചാൽ ഓഗ്മെൻറ്റിംഗ് സ്റ്റഡി മെറ്റീരിയൽസ് ഇൻ ഇന്ത്യൻ ലാംഗ്വേജസ് ത്രൂ ട്രാൻസ്ലേഷൻ ആൻഡ് അക്കാഡമിക് റൈറ്റിംഗ്. ഈ ഫുൾ ഫോം കൂടി നോക്കി നോക്കുക. ഇപ്പോഴത്തെ UGC ചെയർമാൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജഗദീഷ് കുമാറാണെന്നും കൂടി നോക്കുക. അടുത്താണ് കുറച്ച് അഗ്രിമെൻ്റ് ആണ്. ഈ AI ഓഡിറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആരൊക്കെ തമ്മിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് ICAയും അതുപോലെ തന്നെ MITയും കൂടിയും ചേർന്നിട്ടാണെന്ന് നോക്കാം. അടുത്തത് ഫസ്റ്റ് കൾച്ചറൽ പ്രോപ്പർട്ടി അഗ്രിമെൻറ്റ് ഇന്ത്യയും US ചേർന്നിട്ടാണെന്ന് നോക്കുക. അടുത്താണ് മ്യൂച്വൽ റെക്കഗ്നിഷൻ അഗ്രിമെൻറ്റ് ഫോർ ഓർഗാനിക് പ്രൊഡക്ട്സ്, അത് ഇന്ത്യയും തായ്വാനും ചേർന്നിട്ടാണെന്ന് നോക്കുക. അടുത്താണ് RAA അഗ്രിമെൻറ്റ്, അതായത് റെസിപ്രോക്കൽ അസറ്റ്സ് അഗ്രിമെൻറ്റ് ആരൊക്കെ തമ്മിലാണെന്ന് ചോദിച്ചാൽ ജപ്പാനും ഫിലിപ്പൈൻസും ആണെന്ന് നോക്കുക. അടുത്താണ് ടെക്നോളജി സെക്യൂരിറ്റി ഇനീഷ്യേറ്റീവ്, അത് ഇന്ത്യയും UKയും തമ്മിലാണെന്ന് നോക്കുക. അടുത്താണ് അപ്പോഫിസ് ആസ്ട്രോയിഡ് മിഷൻ, അത് ഇന്ത്യയും യൂറോപ്യൻ സ്പേസ് മിഷൻ അതായത് ISROയും ESAയും ചേർന്നിട്ടാണെന്ന് നോക്കുക. അടുത്താണ് ഡിജിറ്റൽ അസറ്റ് ഈസ് പേയ്മെൻറ്റ് ഇഷ്യൂസ്, അത് റഷ്യയും ചൈനയും തമ്മിലാണ് ഈ അഗ്രിമെൻറ്റ് നോക്കുക. അടുത്താണ് ഡിഫൻസ് ഇൻഡസ്ട്രിയൽ പാർട്ട്ണർഷിപ്പ് ഡീൽ ആരൊക്കെ തമ്മിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലാണ് നോക്കുക. അടുത്താണ് ഇൻഡെക്സ് ആണ്. ഈ PM സ്വനിധി, അതായത് സ്ട്രീറ്റ് വെൻഡേഴ്സ് നിധി, അതായത് ഈ റോഡ് സൈഡിലൊക്കെ വിൽക്കുന്ന അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു സ്കീമാണ് പ്രധാനമന്ത്രി സ്വനിധി സ്കീം എന്ന് പറഞ്ഞിട്ടുള്ള സ്ട്രീറ്റ് വെൻഡേഴ്സ് നിധി. സോ അതിൽ ഏറ്റവും മികച്ച സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ മധ്യപ്രദേശാണ് നോക്കുക. ഓക്കെ, എന്നാൽ ഈ സ്പാർക്ക് സ്കീമിൽ, അതായത് സിസ്റ്റമാറ്റിക് പ്രോഗ്രസീവ് അനാലിറ്റിക്കൽ റിയൽ ടൈം റാങ്കിങ്, അതിൽ ഒന്നാമതെത്തിയത് കേരളമാണ് നോക്കുക. ഇനി SDG ഇന്ത്യ ഇൻഡെക്സിൽ ഇന്ത്യയുടെ റാങ്കിങ് എത്രയാണെന്ന് ചോദിച്ചാൽ 71. ഓക്കെ, അതുപോലെ തന്നെ ഗ്ലോബൽ ജനറേറ്റീവ് AI ഇൻഡെക്സിൽ ഇന്ത്യയുടെ റാങ്കിങ് 5. ഇനി ഫോറസ്റ്റ് ഗെയിൻ, അതായത് ഈ വീണ്ടും വനം നമുക്ക് ഇല്ലാത്തത് നമ്മൾ വീണ്ടും വനത്തിൻ്റെ ഏരിയ നമ്മൾ കൂട്ടിക്കൊണ്ടുവരിക, അങ്ങനെയുള്ളതിൽ ഇന്ത്യയുടെ റാങ്കിങ് 3-ാം സ്ഥാനമാണെന്നും കൂടി നോക്കാം. അടുത്താണ് ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ്, നമുക്കറിയാം ഇപ്പോൾ വന്നിരിക്കുന്ന ഇൻഡെക്സ് ആണ്. അത് പ്രകാരം ഒന്നാമത് സിംഗപ്പൂരാണ്, കാരണം എന്താ വെച്ചാൽ 195 രാജ്യങ്ങളിലേക്ക് അവർക്ക് വിസ ഇല്ലാണ്ട് പോവാം. രണ്ടാമത് ഫ്രാൻസ് വരുന്നുണ്ട്, ജർമ്മനി, ഇറ്റലി, ജപ്പാൻ, സ്പെയിൻ, ഇങ്ങനെ 192 രാജ്യങ്ങളിലേക്കാണ് ഇത്രയും രാജ്യങ്ങൾക്ക് ഉള്ളത് എന്ന് നോക്കാം. സോ ഇതിൽ നോക്കേണ്ടത് ഒന്ന് സിംഗപ്പൂർ. ഇനി ഇന്ത്യയുടെ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 82 നോക്കുക. ഓക്കെ, ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സിൽ ഇന്ത്യയുടെ റാങ്കിങ് 82ആണ്, കാരണം 58 രാജ്യങ്ങളിലേക്കേ പോകാൻ പറ്റുള്ളൂ നോക്കാം. പിന്നെ ഏറ്റവും അവസാനമായിട്ട് നിൽക്കുന്ന അഫ്ഗാനാണെന്നും കൂടി നോക്കാം. അടുത്താണ് ടൈംസ് വേൾഡ്സ് ഗ്രേറ്റസ്റ്റ് പ്ലേസസ് ടു വിസിറ്റ്, അങ്ങനെയുള്ള കാര്യത്തിൽ ഒന്ന് പെട്ടതാണ്. ഒന്ന് മ്യൂസിയം ഓഫ് സൊല്യൂഷൻസ് മുംബൈയിലെ, അതുപോലെ തന്നെ നാർ റെസ്റ്റോറൻറ്റ് ഹിമാചൽ പ്രദേശ്, പിന്നെ മനം ചോക്ലേറ്റ് ഹൈദരാബാദ്, മുംബൈ, ഹൈദരാബാദ്, അതുപോലെ തന്നെ ഹിമാചൽ പ്രദേശ്. ഈ 3 പ്ലേസസ് ആണ് ഗ്രേറ്റസ്റ്റ് പ്ലേസസ് ഓഫ് 2024 ആയിട്ട് ആ ലിസ്റ്റിൽ വന്നത് നോക്കുക, ഇന്ത്യയിൽ നിന്നും. ഓക്കെ, അടുത്താണ് മെർസസ് കോസ്റ്റ് ഓഫ് ലിവിങ് ഡാറ്റ, അത് പ്രകാരം ഏറ്റവും ജീവിത ചെലവ് അല്ലെങ്കിൽ കോസ്റ്റ്ലി ആയിട്ടുള്ള സ്ഥലങ്ങൾ ഏതാണെന്ന് ചോദിച്ചാൽ സിംഗപ്പൂർ, സൂറിച്ച്, ഹോങ്കോങ് ആണ് നോക്കുക. ഇനി ഏറ്റവും കുറവ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇസ്ലാമാബാദ്, അതുപോലെ തന്നെ ലാഗോസ്, അതുപോലെ തന്നെ അബൂജ. ഇനി ഇന്ത്യയിൽ നിന്നും മുംബൈ ആണെങ്കിൽ 136-ാം സ്ഥാനം, ഡൽഹി ആണെങ്കിൽ 165-ാം സ്ഥാനമാണെന്നും കൂടി നോക്കാം. 136, അതുപോലെ തന്നെ 165, അങ്ങോട്ടും കൂടി മാറ്റിയാൽ മതി. ഏറ്റവും ചിലവ് കൂടിയത് സൂറിച്ച്, സിംഗപ്പൂർ, ഹോങ്കോങ് ആണെന്നും കൂടി നോക്കാം. അടുത്താണ് കുറച്ച് വെന്യൂസ് ആണ്. ഈ ബ്രിക്സ് പാർലമെൻ്ററിയുടെ വേദി എവിടെയെന്ന് ചോദിച്ചാൽ സെൻറ്റ് പീറ്റേഴ്സ്ബർഗ്, റഷ്യയിൽ വെച്ചിട്ടാണ് നടക്കുന്നത് നോക്കുക. അതേപോലെ തന്നെ ഇന്ത്യയും മൗറീഷ്യസും തമ്മിലുള്ള മൈത്രി ഉദ്യാൻ ഉദ്ഘാടനം ചെയ്തത് ജയശങ്കറാണ്. അത് എവിടെയാണ് ഇനോഗ്രേറ്റ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോർട്ട് ലൂയിസിലാണ് ഈ മൈത്രി ഉദ്യാൻ ഇനോഗ്രേറ്റ് ചെയ്തത് നോക്കാം. മൈത്രി ഉദ്യാൻ എവിടെയെന്ന് ചോദിച്ചാൽ പോർട്ട് ലൂയിസ്. അടുത്താണ് 4th പീരിയോഡിക് റിവ്യൂ ബൈ ദ ഹ്യൂമൻ റൈറ്റ്സ് കമ്മിറ്റി അണ്ടർ ദ ICCPR, അതായത് ഇൻ്റർനാഷണൽ കോവനന്റ് ഓൺ ദ സിവിൽ ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റ്സ്. അത് എവിടെ വെച്ചാൽ നടത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജനീവയിലാണ് നോക്കാം. ഓക്കെ, ഈ ഇൻ്റർനാഷണൽ കോവനൻറ്റും കാര്യങ്ങളൊക്കെ ഈ സമാധാനത്തിൻ്റെ നല്ലതായിട്ടുള്ള ഈ ജനീവയിൽ വെച്ചിട്ടാണ് അധികം നടത്തുള്ളൂ. അടുത്താണ് ഈ റാം ലല്ലയുടെ, അതായത് നമ്മുടെ ശ്രീരാമൻ്റെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു സ്റ്റാമ്പ് പുറത്തിറക്കി, അത് നമ്മുടെ ജയശങ്കർ പുറത്തിറക്കി. അത് എവിടെയാണെന്ന് ചോദിച്ചാൽ ലാവോസിൽ വെച്ചാണ് ചെയ്തതെന്ന് നോക്കാം. അടുത്താണ് വൃക്ഷാരോപൺ അഭിയാൻ, അത് ലോഞ്ച് ചെയ്ത എവിടെ വെച്ചാന്ന് ചോദിച്ചാൽ ധൻബാദിലാണെന്ന് നോക്കാം. അടുത്താണ് ആസിയൻ ഫോറിൻ മിനിസ്റ്റേഴ്സ് മീറ്റിംഗ്, എവിടെ വെച്ചാന്ന് ചോദിച്ചാൽ അതും ലാവോസിലാണെന്ന് നോക്കാം.
ഇനി ഐഡിയ ഫോർ ലൈഫ് ഇനീഷ്യേറ്റീവ് അത് ലോഞ്ച് ചെയ്തത് എൻവയോൺമെൻറ്റ് മിനിസ്ട്രി ആണ്. എവിടെ വെച്ചാണെന്ന് ചോദിച്ചാൽ IIT ഡൽഹിയിലാണ് നോക്കുക. അടുത്താണ് മൂന്നാമത്തെ തേർഡ് UN കോൺഫറൻസ് ഓൺ അഫ്ഗാനിസ്ഥാൻ എവിടെ വെച്ചാണെന്ന് ചോദിച്ചാൽ ദോഹയിൽ വെച്ചാണ് നടന്നതെന്ന് നോക്കാം. അതേപോലെ തന്നെ 7th PM മെഗാ ഇൻ്റഗ്രേറ്റഡ് ടെക്സ്റ്റൈൽ അപ്പാരൽ പാർക്ക് എവിടെയാണ് ഓപ്പൺ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ തമിഴ്നാട്ടിലാണ് നോക്കുക. ഇനി 2030 വിൻ്റർ ഗെയിംസ് എവിടെ വെച്ചാണ് നടക്കുന്നതെന്ന് ചോദിച്ചാൽ ഫ്രാൻസിലാണ് നോക്കുക. ഓക്കെ, ഫ്രാൻസ്. ഇനി കൺട്രി ടു ഹോസ്റ്റ് UN ക്ലൈമറ്റ് ഫണ്ട് ബോർഡ് ഏതാണെന്ന് ചോദിച്ചാൽ ഫിലിപ്പൈൻസ് ആണ് നോക്കുക. ഇനി 35ാമത്തെ ഇൻ്റർനാഷണൽ ബയോളജി ഒളിമ്പ്യാഡ് എവിടെ വെച്ചാണെന്ന് ചോദിച്ചാൽ കസാഖിസ്ഥാനിലാണ് നോക്കുക. അടുത്തതാണ് ഈ നാറ്റോ സമ്മിറ്റ് നമ്മുടെ അമേരിക്കൻ പ്രസിഡൻ്റാണ് ഹോസ്റ്റ് ചെയ്യുന്നത്. എവിടെ വെച്ചാണെന്ന് ചോദിച്ചാൽ വാഷിങ്ടൺ DC നോക്കുക. അടുത്താണ് വിൻ്റർ ഒളിമ്പിക്സ് 2034 വിൻ്റർ ഒളിമ്പിക്സ് എവിടെ വെച്ചാൽ നടക്കാൻ പോകുന്നതെന്ന് ചോദിച്ചാൽ സാൾട്ട് ലേക്ക് സിറ്റി US. അടുത്താണ് ഗ്ലോബൽ കോൺഫറൻസ് ഓൺ സ്പേസ് റിസർച്ച് എവിടെ വെച്ചാന്ന് ചോദിച്ചാൽ ബുസാനിലാണ് നോക്കാം. ഓക്കെ, ഇനി ഇന്ത്യയായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് വെന്യൂസ് നോക്കാം. ഇന്ത്യയിൽ വെച്ച് നടക്കാൻ പോകുന്ന കാര്യങ്ങൾ. ഒന്ന് IMO കൗൺസിൽ സെഷൻ. ഓക്കെ, നടക്കാൻ പോകുന്നത് ഇന്ത്യയിലാണ്. അതേപോലെ തന്നെ സെക്കൻഡ് ഏഷ്യ പസഫിക് മിനിസ്ട്രിയൽ മീറ്റിംഗ് ഓൺ സിവിൽ ഏവിയേഷൻ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഏഷ്യ പസഫിക് മീറ്റിംഗ് ഇന്ത്യയിലാണ്. 28ാമത്തെ 28th മലബാർ എക്സസൈസ് അതും ഇന്ത്യയിലെ വെച്ചിട്ടാണ്. സെക്കൻഡ് ഏഷ്യ പസഫിക് ഏവിയേഷൻ എക്സസൈസ്, സോറി അത് രണ്ടും ഒന്ന് തന്നെ കേട്ടോ. ഏവിയേഷൻ എക്സസൈസ് രണ്ടും ഒന്ന് തന്നെ, അതും ഇന്ത്യയിലാണ്. ഇനി വേൾഡ് ഹെറിറ്റേജ് യങ് പ്രൊഫഷണൽ അവാർഡ് ഫോറം മീറ്റിംഗ് അതും ന്യൂഡൽഹിയിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. വേൾഡ് ഹെറിറ്റേജ് കമ്മിറ്റി അത് ഇനോഗ്രേറ്റ് ചെയ്തത് നരേന്ദ്രമോദിയാണ്. എവിടെ വെച്ചാന്ന് ചോദിച്ചാൽ ഡൽഹിയിലാണ് വെച്ചാണെന്ന് കൂടി നോക്കാം. ഇതാണ് ഇന്ത്യയിൽ വെച്ചിട്ട് നടന്ന മീറ്റിങ്ങിൻ്റെ വേദികൾ എന്നാണ് നമ്മൾ ഈ പറയുന്നതിൻ്റെ അർത്ഥം. ഓക്കെ, ഇത്രയും ഇന്ത്യയിൽ വെച്ചിട്ടാണ് ഈ വേദികൾ ആയതെന്ന് നോക്കാം. അടുത്താണ് ഫുൾ ഫോംസ് ആണ്. ഈ അഗ്രിഷുവറിൻ്റെ ഫുൾ ഫോം എന്താണെന്ന് ചോദിച്ചാൽ അഗ്രി ഫണ്ട് ഫോർ സ്റ്റാർട്ടപ്പ് ആൻഡ് റൂറൽ എൻ്റർപ്രൈസസ്. ഓക്കെ, അഗ്രി ഫണ്ട് ഫോർ സ്റ്റാർട്ടപ്പ് ആൻഡ് റൂറൽ എൻ്റർപ്രൈസസ്. അടുത്താണ് അസ്മിതൻ്റെ ഫുൾ ഫോം എന്താണെന്ന് ചോദിച്ചാൽ ഓഗ്മെൻറ്റിംഗ് സ്റ്റഡി മെറ്റീരിയൽസ് ഇൻ ഇന്ത്യൻ ലാംഗ്വേജസ് ത്രൂ ട്രാൻസ്ലേഷൻ ആൻഡ് അക്കാഡമിക് റൈറ്റിംഗ്. ഇത് നമ്മളിപ്പോൾ പറഞ്ഞിരുന്നു. അടുത്തതാണ് ക്രിസ്പർ. അതെന്താണെന്ന് ചോദിച്ചാൽ ക്ലസ്റ്റേർഡ് റെഗുലേറ്ററി ഇൻ്റർസ്പേസ്ഡ് ഷോർട്ട് പാലിൻഡ്രോമിക് റിപ്പീറ്റ്സ് എന്നാണ് ക്രിസ്പറിൻ്റെ ഫുൾ ഫോം. അടുത്താണ് അപ്പോയിൻമെൻറ്റ്സ് നമുക്ക് നോക്കാം. ഈ CBIT അതായത് സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്റ്റ് ടാക്സസ് ആൻഡ് കസ്റ്റംസ് അതിൻ്റെ ചെയർമാൻ ആരാന്ന് ചോദിച്ചാൽ ഇപ്പോഴത്തെ പുതിയതാണ് വിവേക് ജോഹറിയാന്ന് നോക്കാം. അതുപോലെ തന്നെ മുംബൈ ക്രിക്കറ്റ് അസോസിയേഷൻ്റെ പ്രസിഡന്റ് ആരാന്ന് ചോദിച്ചാൽ അജിങ്ക്യ നായിക് എന്ന് നോക്കാം. ഇതൊന്നും ഇമ്പോർട്ടൻ്റ് അല്ല. എന്നാൽ ഈ ഇൻഡയറക്റ്റ് ടാക്സസ് ആൻഡ് കസ്റ്റംസ് അത് ഇമ്പോർട്ടൻ്റ് ആണ്, അത് നോക്കുക. വിവേക് ജോഹറിയാണ്. അതേപോലെ തന്നെ ന്യൂ പ്രസിഡന്റ് ഓഫ് ICMI ആരാന്ന് ചോദിച്ചാൽ വിഭൂതി ഭൂഷൺ നായിക്കാണ്. ഇനി പ്രസിഡന്റ് ഓഫ് ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ അത് മോഹ്സിൻ നഖ്വി ആണെന്ന് നോക്കാം. ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, മോഹ്സിൻ നഖ്വി. അടുത്താണ് ചെയർപേഴ്സൺ ഓഫ് UPSC ഇപ്പം മാറിയെന്ന് നമുക്കറിയാം അല്ലേ. മനോജ് സോണി രാജിവെച്ചു പോയി, അതിന് പകരമായിട്ട് വന്നതാണ് പ്രീതി സുധാൻ. ഇമ്പോർട്ടൻ്റ് ആണ് നോക്കുക. അടുത്താണ് ജാർഖണ്ഡിൻ്റെ പുതിയ ഗവർണർ ആരാന്ന് ചോദിച്ചാൽ സന്തോഷ് കുമാറാണ്, അത് നോക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി PwC ഇന്ത്യൻ്റെ ചെയർപേഴ്സൺ സഞ്ജീവ് കൃഷ്ണനാണ്. പ്രിൻസിപ്പൽ സ്പോക്സ് പേഴ്സൺ ഓഫ് ഗവൺമെൻറ് ഇന്ത്യൻ ഗവൺമെൻറ് സ്പോക്സ് പേഴ്സൺ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ധീരേന്ദ്ര ഓജയാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്താണ് ചീഫ് ജസ്റ്റിസ് ഓഫ് പഞ്ചാബ് ആൻഡ് ഹരിയാന ഹൈക്കോടതി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഷീൽ നാഗു. ഓക്കെ, ജസ്റ്റിസ് ഷീൽ നാഗു ആണ് നോക്കാം. ഇനി CBDT സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സസ് അതിൻ്റെ ചീഫ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രവി അഗർവാൾ ആണ്, ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഫെഡറൽ ബാങ്കിൻ്റെ MD ആൻഡ് CEO ആരാന്ന് ചോദിച്ചാൽ KV സുബ്രഹ്മണ്യനാണ്. ഇത് അറിഞ്ഞിരിക്കണമെങ്കിൽ നോക്കിയാൽ മതി, KV സുബ്രഹ്മണ്യൻ. ഇനി ഹെഡ് കോച്ച് ഓഫ് ഇന്ത്യൻ ഫുട്ബോൾ ടീം ആണുങ്ങളുടെ ഫുട്ബോൾ ടീമിൻ്റെ കോച്ച് ആരാന്ന് ചോദിച്ചാൽ മനോല മാർക്കസ്. ഓക്കെ, മനോല മാർക്കസ്. ഇനി LICൻ്റെ MD ആൻഡ് CEO ആരാന്ന് ചോദിച്ചാൽ സിദ്ധാർത്ഥ് മോഹന്തി. ഇദ്ദേഹം ചെയർമാനായിരുന്നു, എന്നാൽ ആ സ്ഥാനം ചെയർമാനിന് പകരം ഇപ്പോൾ കൊണ്ടുവന്നതാണ് MD ആൻഡ് CEO സിദ്ധാർത്ഥ് മോഹന്തി ആണെന്നുകൂടി നോക്കാം. അടുത്താണ് ജാർഖണ്ഡ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാന്ന് ചോദിച്ചാൽ ജസ്റ്റിസ് വിദ്യുത് രഞ്ജൻ സാരംഗി. ഓക്കെ, BR സാരംഗി എന്നെങ്കിലും ഓർത്തിരിക്കുക. അടുത്താണ് ഹെഡ് ഓഫ് VC സെലക്ഷൻ കമ്മിറ്റി ഇൻ വെസ്റ്റ് ബംഗാൾ. വെസ്റ്റ് ബംഗാളിലെ VC സെലക്ഷൻ കമ്മിറ്റിയുടെ ഹെഡ് ആരാന്ന് ചോദിച്ചാൽ ജസ്റ്റിസ് UU ലളിത്, ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, VC സെലക്ഷൻ കമ്മിറ്റിയുടെ ഹെഡാണ് UU ലളിത്. അടുത്താണ് പ്രിൻസിപ്പൽ അഡ്വൈസർ ഫോർ നാഷണൽ TB എലിമിനേഷൻ പ്രോഗ്രാം ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൗമ്യ സ്വാമിനാഥനാണ്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്.
അടുത്താണ് പ്രസിഡന്റ് ഓഫ് ന്യൂസ് ബ്രോഡ്കാസ്റ്റേഴ്സ് അസോസിയേഷൻ രജത് ശർമ്മ, ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല. അതേപോലെ തന്നെ ഹൂപ്പിൻ്റെ പുതിയ ഇൻവെസ്റ്ററും ബ്രാൻഡ് അംബാസഡർ ആരാന്ന് ചോദിച്ചാൽ PV സിന്ധുവാണ്. ഇനി ഫസ്റ്റ് ചീഫ് ജസ്റ്റിസ് ഓഫ് ലാഹോർ ഹൈക്കോടതിയിലെ പുതിയ അല്ലെങ്കിൽ ആദ്യത്തെ വനിതാ ചീഫ് ജസ്റ്റിസ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജസ്റ്റിസ് ആലിയ നീലം ആണെന്ന് നോക്കാം, ലാഹോർ. ഓക്കെ, ഇത് ഇവിടുത്തെ പാകിസ്ഥാൻ്റെ ആണ്. സോ നോക്കുക, ആലിയ നീലം ആണ് ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് ഓഫ് ലാഹോർ എന്ന് നോക്കുക. ഇനി BSNLന്റെ CMD ആരാന്ന് ചോദിച്ചാൽ റോബർട്ട് രവിയാണ്, അതൊന്ന് നോക്കി നോക്കുക. ഇനി ഇന്ത്യസ് ന്യൂ അംബാസഡർ ടു US, ഇന്ത്യയുടെ പുതിയ US അംബാസഡർ ആരാന്ന് ചോദിച്ചാൽ വിനയ് ഖത്രയാണ്. ഇദ്ദേഹത്തെ എല്ലാവർക്കും അറിയാം, കാരണം ഫോറിൻ സെക്രട്ടറി ആയിരുന്നു ഇതുവരെ. ഓക്കെ, ഫോറിൻ സെക്രട്ടറി ആയിരുന്നു, ഇപ്പോൾ ആ സ്ഥാനത്ത് നിന്ന് മാറ്റി ഇദ്ദേഹത്തിനെ അംബാസഡറായിട്ട് നിയോഗിച്ചു എന്ന് നോക്കുക. അടുത്താണ് ഫസ്റ്റ് വുമൺ ഓഫീസർ ഫ്രം ദ ആർമി കോപ്പ് ടു ബി ഡിപ്ലോയിഡ് അറ്റ് സിയാച്ചിൻ ഗ്ലേസിയർ ആരാന്ന് ചോദിച്ചാൽ സുപ്രീത CT ആണെന്ന് നോക്കുക, ക്യാപ്റ്റൻ സുപ്രീത, ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്താണ് ചെയർപേഴ്സൺ ഓഫ് നാഷണൽ മെഡിക്കൽ കമ്മീഷൻ BN ഗംഗാധറാണ്, ഇമ്പോർട്ടൻ്റ് ഒന്നുമില്ല. അടുത്താണ് ന്യൂ അഡീഷണൽ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ ആരാന്ന് ചോദിച്ചാൽ രജീന്ദ്ര കന്നയാണെന്ന് നോക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്താണ് മഹാരാഷ്ട്രാസ് ഫസ്റ്റ് വുമൺ ചീഫ് സെക്രട്ടറി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ഇമ്പോർട്ടൻ്റ് ആണ്, സുജാത സൈനിക് ആണെന്ന് നോക്കാം, സുജാത സൈനിക്. അടുത്താണ് സിഡ്ബിയുടെ പുതിയ CMD ആരാന്ന് ചോദിച്ചാൽ മനോജ് മിത്തലാണ്, ഇതൊന്നും ഇമ്പോർട്ടൻ്റ് അല്ല. അതുപോലെ തന്നെ 3rd ബില്യൺ ടൈറ്റിൽ നേടിയത് അടുത്താണ് ധ്രുവ് സിദ്വാല ആണ് 3ാമത്തെ ഏഷ്യൻ ബില്യൺ ടൈറ്റിൽ നേടിയെന്ന് നോക്കുക. അതേപോലെ തന്നെ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ്റെ പ്രസിഡന്റ് എല്ലാവർക്കും അറിയാം PT ഉഷ ആണെന്ന് നോക്കുക. പിന്നെ ന്യൂ DGP ഓഫ് അൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സ് ആരാന്ന് ചോദിച്ചാൽ ദലിവാൽ ആണെന്ന് നോക്കുക, ദാലിവാൽ, HS ദലിവാൽ. അടുത്താണ് ഇമ്പോർട്ടൻ്റ് ആണ് ഹെഡ് കോച്ച് ഓഫ് ഇന്ത്യൻ മെൻസ് ടീം. ഓക്കെ, ആരാന്ന് ചോദിച്ചാൽ ഗൗതം ഗംഭീർ ആണ്, ഇത് ക്രിക്കറ്റിൻ്റെ ആണെന്ന് കേട്ടോ. നമ്മളിപ്പോൾ കുറച്ച് മുമ്പ് പറഞ്ഞല്ലോ മനോള, മൂപ്പര് ഫുട്ബോളിൻ്റെ ആയിരുന്നു. ഇനി ക്രിക്കറ്റിൻ്റെ ആരാന്ന് ചോദിച്ചാൽ ഗൗതം ഗംഭീർ ആണെന്ന് നോക്കാം. ഇനി IFFIൻ്റെ ഡയറക്ടർ ആണെന്ന് ചോദിച്ചാൽ ശേഖർ കപൂർ ആണെന്ന് കൂടി നോക്കാം. അടുത്താണ് വേൾഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യം, ഈ സാഡ ഗോൾഡ് മൈൻ എവിടെയാണെന്ന് ചോദിച്ചാൽ ജപ്പാനിലാണെന്ന് നോക്കുക. അതുപോലെ തന്നെ ന്യൂ ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് ട്വിറ്റർ, അതായത് എക്സ് ആൻഡ് സ്പേസ് എക്സിൻ്റെ പുതിയ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ് വരുന്നതെന്ന് ചോദിച്ചാൽ ടെക്സസിലാണെന്ന് നോക്കുക. അടുത്താണ് വേൾഡ്സ് ഫസ്റ്റ് കാർബൺ ഫൈബർ ഹൈ സ്പീഡ് ട്രെയിൻ എവിടെയാണ് വരുന്നതെന്ന് ചോദിച്ചാൽ ചൈനയിലാണെന്ന് നോക്കുക, അതിൻ്റെ പേരാണ് സെട്രോവോ 1. ഓക്കെ, അടുത്താണ് ഈ അടുത്ത ഇസ്രായേൽ പാർലമെൻറ്റ് ഒരു സംഘടനയെ തീവ്രവാദ സംഘടനയായിട്ട് കണക്കാക്കി. അത് ഏതാണെന്ന് ചോദിച്ചാൽ UNRWA, അതായത് യുണൈറ്റഡ് നാഷൻ റിലീഫ്സ് ആൻഡ് വർക്ക് ഏജൻസി ഫോർ പാലസ്റ്റീൻ റിഫ്യൂജീസ്, അവർക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന ഇവരെയാണ് ടെററിസ്റ്റ് ഓർഗനൈസേഷനായിട്ട്. ഏത് രാജ്യമാണെന്ന് ചോദിച്ചാൽ ഇസ്രായേൽ പാർലമെൻ്റ് ആണെന്ന് നോക്കുക. നെക്സ്റ്റ്, ഓക്കെ, അടുത്താണ് ഹോളോഗ്രാഫ് ടെക്നോളജി ഇൻ ബാങ്കിങ് നോട്ട്, അതായത് ബാങ്ക് ഈ നോട്ടുകളിൽ ഹോളോഗ്രാഫിക് ടെക്നോളജി ഉപയോഗിക്കുന്ന രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ ജപ്പാനാണെന്ന് നോക്കുക. അതുപോലെ തന്നെ വനാത്തൂവിൽ പുതിയ പ്രസിഡന്റിൻ്റെ പാലസ് നിർമ്മിക്കാൻ രാജ്യം ചൈനയാണെന്ന് നോക്കുക. ഇനി ഫ്രഞ്ച് ആർട്സ് ആൻഡ് ലെറ്റേഴ്സ് സിഗ്നിയ ആർക്കാണ് ഹോണർ ചെയ്തതെന്ന് ചോദിച്ചാൽ, അതായത് അംഗീകാരം നൽകിയെന്ന് ചോദിച്ചാൽ റഹാബ് അല്ലാനെയാണെന്ന് നോക്കുക. ഇനി ഫസ്റ്റ് ക്ലൈമറ്റ് ചേഞ്ച് ആക്ട് പാസ്സാക്കുന്ന രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ സൗത്ത് ആഫ്രിക്കയാണെന്ന് നോക്കുക. ഇനി UN വാട്ടർ കൺവെൻഷനിൽ ജോയിൻ ചെയ്യുന്ന 10ാമത്തെ രാജ്യം ഐവറി കോസ്റ്റാന്ന് നോക്കുക. വേൾഡ്സ് ഫസ്റ്റ് 3D പ്രിൻറ്റഡ് അബ്ര അതെവിടെയാണെന്ന് ചോദിച്ചാൽ ദുബായിലാണ് നോക്കുക. ഇനി 90 ഡേയ്സ് വിസ ഫ്രീ ടു 35 യൂറോപ്യൻ കൺട്രീസ് അനുവദിക്കുന്ന രാജ്യം ബെലാറസ് ആണ് നോക്കുക. ഓക്കെ, 90 ഡേയ്സ് വിസ ഫ്രീ. അടുത്താണ് വേൾഡ്സ് ഫസ്റ്റ് സ്റ്റാമ്പ് ഓൺ ലോർഡ് റാമ, അതാണ് നമ്മൾ പറഞ്ഞു ലാവോസ് ജയശങ്കറാണ് അത് ചെയ്തതെന്ന് പറഞ്ഞു നമ്മൾ. അടുത്താണ് കോൺട്രവേഴ്ഷ്യൽ ലോ ദാറ്റ് അലൗസ് ഫോർ ദ എത്തനേഷ്യ ഓഫ് സ്ട്രേ ഡോഗ്സ്, അതായത് അലഞ്ഞെറിഞ്ഞ് കിടക്കുന്ന കുട്ടികളെ കൊല്ലാൻ എന്നുള്ള ഒരു നിയമം പാസ്സാക്കിയത് ടർക്കിഷ് ഗവൺമെൻറ് ആണ് നോക്കാം, പാർലമെൻറ്റ്. അടുത്താണ് പുതിയൊരു മൈക്രോ കോണ്ടിനെൻ്റ് കണ്ടെത്തിയിട്ടുണ്ട്, അതെവിടെയെന്ന് ചോദിച്ചാൽ ഗ്രീൻലാൻഡിലാണ് നോക്കുക. അടുത്താണ് വേൾഡ്സ് ലാർജസ്റ്റ് രാമായണ ടെമ്പിൾ എവിടെയാണ് വരുന്നതെന്ന് ചോദിച്ചാൽ ബീഹാറിലാണ് നോക്കുക, ഇമ്പോർട്ടൻ്റ് ആണ് നോക്കുക. ഇനി വിച്ച് ക്യാബിനറ്റ് അപ്രൂവ്സ് പർച്ചേസ് ഓഫ് ന്യൂ VVIP ജെറ്റ് അംഗീകരിച്ച സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ മധ്യപ്രദേശാണ് നോക്കുക. ഇനി ബെസ്റ്റ് പ്ലേസ് ടു ലിവ് ഓൺ ബഡ്ജറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ വിയറ്റ്നാമാണ് നോക്കുക. ഇനി മലയാളിക്ക് വേണ്ടിയിട്ട് ഒരു വാക്സിൻ ഐവറി കോസ്റ്റിൽ കൊടുത്തിട്ടും അതാണ് R21 മാട്രിക്സം. ഓക്കെ, R21 മാട്രിക്സം. ഇനി വേൾഡ്സ് ഓൾഡസ്റ്റ് കേവ് പെയിൻറ്റിങ് എവിടെ കണ്ടെത്തിയെന്ന് ചോദിച്ചാൽ ഇന്തോനേഷ്യയിലാണ് നോക്കുക.
ഒരു ടൈഫൂൺ ഈ തായ്വാൻ, ഫിലിപ്പൈൻസ് അതുപോലെ തന്നെ ചൈനയിൽ ഉണ്ടായിരുന്നു. ആ ടൈഫൂണിൻ്റെ പേരാണ് ഗാമി. ഓക്കെ, അടുത്താണ് കാത്തറഗമ എസാല ഫെസ്റ്റിവൽ. എവിടെയാണ് ആചരിക്കും ചോദിച്ചാൽ ശ്രീലങ്കയിലാണ് നോക്കുക. അടുത്താണ് H5N1 വാക്സിൻ യൂസിങ് mRNA. ഇത് ഡെവലപ്പ് ചെയ്തത് ഏതാണെന്ന് ചോദിച്ചാൽ WHO ആണ് നോക്കുക. ഇനി ഏഷ്യൻ ഡിസാസ്റ്റർ പ്രിപ്പയർനെസ് സെൻറ്റർ അതിൻ്റെ അധ്യക്ഷത വഹിക്കുന്നത് 2024-25 ആരാന്ന് ചോദിച്ചാൽ ഇന്ത്യ നോക്കുക. ഇനി ഏറ്റവും കൂടുതൽ ചൂട് കൂടിയ ദിവസം ഏതായി നോക്കുന്നത് ചോദിച്ചാൽ ജൂലൈ 21 നോക്കുക. അടുത്താണ് സാങ്പോ 11DA 4.5 ഒരു മിസൈൽ ഡെവലപ്പ് ചെയ്ത് നോർത്ത് കൊറിയ എന്നും കൂടി നോക്കുക. അടുത്താണ് ലോക നേതാക്കളും പ്രസിഡന്റുമാരെ പറ്റിയാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് അതിൻ്റെ പ്രസിഡന്റ് ആരാന്ന് ചോദിച്ചാൽ എലീസ മഡ്രോസ ആണെന്ന് നോക്കുക. എലീസ മഡ്രോസ മെക്സിക്കോക്കാരിയാണെന്ന് നോക്കുക. ഇനി ബ്രിട്ടൻ്റെ ഫസ്റ്റ് വുമൺ ഫിനാൻസ് ചീഫ് മിനിസ്റ്റർ ആരാന്ന് ചോദിച്ചാൽ റാച്ചൽ റീവ്സ് ആണെന്ന് നോക്കുക. ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്താണ് നേപ്പാൾസ് പ്രൈം മിനിസ്റ്റർ. ഇമ്പോർട്ടൻ്റ് ആണ്, ഇപ്പോൾ ആയതാണ് ശർമ്മ ഒലി. അടുത്താണ് വെൽസുവേല പ്രസിഡന്റ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിക്കോള മഡ്രോ ആണ്. അടുത്താണ് എസ്റ്റോണിയ പ്രൈം മിനിസ്റ്റർ ആരാന്ന് ചോദിച്ചാൽ ക്രിസ്റ്റൽ മിച്ചലാണ് നോക്കുക. ഇനി ഉക്രൈൻ്റെ പ്രസിഡന്റ് നമുക്ക് എല്ലാവർക്കും അറിയാം സെലൻസ്കി, അത് നോക്കിയിരിക്കുക. അടുത്താണ് ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ ആരാന്ന് ചോദിച്ചാൽ കെയർ സ്റ്റെമർ ആണ് നോക്കുക. ഓക്കെ, കെയർ സ്റ്റെമർ ഏത് പാർട്ടിക്കാരാന്ന് ചോദിച്ചാൽ ലേബർ പാർട്ടിയാണ് നോക്കുക. ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്താണ് ഇറാൻ പ്രസിഡന്റ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മസൂദ് പെഷെസ്കിൻ ആണ് നോക്കുക. ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കുക. ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷെസ്കിൻ. ഇനി റുവാണ്ടൻ പ്രസിഡന്റ് ആരാന്ന് ചോദിച്ചാൽ പോൾ കഗാമെ ആണ് നോക്കുക. ഇനി യൂറോപ്യൻ പാർലമെന്റിന്റെ പ്രസിഡന്റ് ആരാന്ന് ചോദിച്ചാൽ റോബർട്ടോ മെറ്റ്സോളയാണ് നോക്കുക. റോബർട്ടോ മെറ്റ്സോള. അടുത്താണ് ഡച്ച് പ്രൈം മിനിസ്റ്റർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിക്ക് സ്കൂഫ് ആണ് നോക്കുക. ഓക്കെ, ഇനി യൂറോപ്യൻ യൂണിയന്റെ കമ്മീഷൻ പ്രസിഡന്റ് ആരാന്ന് ചോദിച്ചാൽ ഉർസുല വോണ്ടർ ലോൺ. ഓക്കെ, യൂറോപ്യൻ യൂണിയൻ കമ്മീഷന്റെ പ്രസിഡന്റാണ് ഉർസുല വോണ്ടർ ലൈൻ. ഇനി ആക്ടിംഗ് ചീഫ് ഓഫ് US സെക്രട്ടറി അത് റൊണാൾഡാണ്, ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല. ഇനി മൗറീഷ്യസ് പ്രൈം മിനിസ്റ്റർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രവീന്ദ് ജുഗന്നാഥ് ആണെന്ന് നോക്കാം. ഓക്കെ, അടുത്താണ് സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യമാണ് നമ്മൾ പറയുന്നത്. ഈ 10th ലിയോൺ മാസ്റ്റേഴ്സ് ടൈറ്റിൽ എടുത്ത് വിശ്വനാഥ് ആനന്ദാണ് നോക്കുക. അടുത്താണ് അണ്ടർ 23 റെസ്ലിംഗ് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത് ജോർദാനിൽ വെച്ചാണ് നോക്കുക. ഇനി ഫാസ്റ്റസ്റ്റ് സ്വിമ്മർ ടു സ്വിം അക്രോസ് ഇംഗ്ലീഷ് ചാനൽ ആരാന്ന് ചോദിച്ചാൽ ജിയ റിയ ആണ് നോക്കുക. ഓക്കെ, ജിയ റിയ ഇത് പാരാ സ്വിമ്മറാണ് നോക്കുക, അതായത് അംഗവൈകല്യമുണ്ട്. സോ ആരാന്ന് ചോദിച്ചാൽ ജിയ റിയ ആണ് നോക്കുക. ഇനി 2025 ആണുങ്ങളുടെ ഏഷ്യ കപ്പ് T20 എവിടെ വെച്ചാൽ നടക്കുന്നതെന്ന് ചോദിച്ചാൽ ഇന്ത്യയിലാണ് നോക്കുക. സോ ഏഷ്യ കപ്പ് T20 ആണുങ്ങളുടെ എവിടെ വെച്ചാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2025 ഇന്ത്യ വെച്ചതാണെന്ന് നോക്കുക. അടുത്താണ് ഗ്രാൻഡ് പ്രിക്സുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ് നമ്മൾ പറയുന്നത്. ബെൽജിയം ഗ്രാൻഡ് പ്രിക്സ് അതുപോലെ തന്നെ ബ്രിട്ടീഷ് ഗ്രാൻഡ് പ്രിക്സ് ഒരാളാണ് ലൂയിസ് ഹാമിൽട്ടൺ. ഓസ്ട്രിയൻ ഗ്രാൻഡ് പ്രിക്സ് ആരാന്ന് ചോദിച്ചാൽ ജോർജ് റസലാണ്. ഇനി ഹംഗറിയൻ ഗ്രാൻഡ് പ്രിക്സ് ആണെങ്കിൽ ഓസ്കാർ പിയട്രി ആണെന്നും കൂടി നോക്കാം. അടുത്താണ് നമ്മൾ പറയുന്നത് 2024 ഒളിമ്പിക്സുമായിട്ട് ബന്ധപ്പെട്ട് ചെറിയ കാര്യം. ഇത് 33ാമത്തെ ഒളിമ്പിക്സ് ആണ്, ഈ 2024 പാരീസ് ഒളിമ്പിക്സ്. ഇനി അതിൻ്റെ പ്രിൻസിപ്പൽ സ്പോൺസർ ആരാന്ന് ചോദിച്ചാൽ അദാനി ഗ്രൂപ്പാണ് നോക്കുക. ഇനി ഫുഡ്വെയർ പാർട്ട്ണർ ആരാന്ന് ചോദിച്ചാൽ പ്യൂമയാണ്. ഓക്കെ, ഇനി ഇന്ത്യസ് ചെഫ് ഡി മിഷൻ ആരാന്ന് ചോദിച്ചാൽ ഗഗൻ നരങ്ങാണ് നോക്കുക. മുമ്പ് അത് മേരികോം ആയിരുന്നു, അവർക്ക് ആരോഗ്യ പ്രശ്നം കാരണം ഗഗൻ നരങ്ങനെ ഏർപ്പെടുത്തി. ഇനി ഇന്ത്യയുടെ ഫ്ലാഗ് ബിയറേഴ്സ് ആരാന്ന് ചോദിച്ചാൽ ഒന്ന് അജന്ത ശരത് കമാലും പിന്നെ PV സിന്ധു ആണ് കൂടി നോക്കാം. ഇവരെ പറ്റി നമുക്കൊന്ന് നോക്കാം. ഈ PV സിന്ധു ഏത് താരാന്ന് ചോദിച്ചാൽ ബാഡ്മിൻ്റൺ താരാണ് കേട്ടോ. ഓക്കെ, 2016 റിയോ ഒളിമ്പിക്സിൽ വെള്ളി നേടി. ഓക്കെ, സിൽവർ. 2020 ടോക്കിയോ ഒളിമ്പിക്സ് അതായത് 2021 നടന്ന ടോക്കിയോ ഒളിമ്പിക്സിൽ പക്ഷേ ബ്രോൺസ് ആണ് നേടിയെന്ന് മാത്രം. അങ്ങനെ 2 ഇൻഡിവിജ്വൽ മെഡൽ നേടുന്ന ആദ്യത്തെ വനിതാ താരമാണ് PV സിന്ധു. ഓക്കെ, അടുത്താണ് അജന്ത ശരത് കമാൽ ടേബിൾ ടെന്നീസാണ്. ഓക്കെ, മൂപ്പരുടെ എനം മൂപ്പര് 13 തവണ കോമൺവെൽത്ത് മെഡൽ നേടിയിട്ടുണ്ട് നോക്കുക. പിന്നെ ഒളിമ്പിക്സിൽ ഇതിപ്പോൾ 4ാമത്തെ തവണയാണ് അദ്ദേഹം പങ്കെടുക്കാൻ പോകുന്നത്. ഓക്കെ, 4ാമത്തെ അല്ല 5ാമത്തെ തവണ, കാരണം 2004 പങ്കെടുത്തു, 2008 പിന്നെ 16, 20 പിന്നെ ഇപ്പോൾ 24 2024. സോ ഇതുവരെ എത്ര ഉണ്ടെന്ന് ചോദിച്ചാൽ മൊത്തം 4 തവണ ഇദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. മാത്രമല്ല 2019 പത്മശ്രീ നേടിയിട്ടുണ്ട്. ഓക്കെ, 2019 പത്മശ്രീയും കൂടി നേടിയിട്ടുണ്ടെന്ന് നോക്കാം. അടുത്താണ്
ഈ ഡ്യൂറൻ കപ്പ് ഏറ്റവും പഴക്കമുള്ള ഇന്ത്യയിലെ കളിയാണ് ഡ്യൂറൻ കപ്പ്. അതിൻ്റെ വേദി എവിടെയാണെന്ന് ചോദിച്ചാൽ 4 സ്ഥലത്താണ്. ഒന്ന് വെസ്റ്റ് ബംഗാൾ, പിന്നെ ആസാം, മേഘാലയ, അതുപോലെ തന്നെ ജാർഖണ്ഡിൽ. ഈ ജാർഖണ്ഡിൽ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ജംഷഡ്പൂരിലാണ്. ഇനി ആസാമിലാണെങ്കിലോ കൊക്രാജ്ഹാറിലാണെന്ന് നോക്കാം, കൊക്രാജ്ഹാർ. ഇനി വെസ്റ്റ് ബംഗാളിലാണെങ്കിൽ കൽക്കട്ട, ജാർഖണ്ഡിലാണ് ഈ ജംഷഡ്പൂർ, ആസാമിലാണ് കൊക്രാജ്ഹർ, ഇനി മേഘാലയയിലാണെങ്കിലോ ഷില്ലോങ്ങിൽ വെച്ചിട്ടാണ് ഇത് നടക്കുന്നത് നോക്കാം. ഫുട്ബോൾ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് കൊൽക്കട്ടയാണെന്നും കൂടി നോക്കാം. അടുത്താണ് വുമൻസ് ക്രിക്കറ്റ് ഏഷ്യ കപ്പ് 9ാമത്തെ എഡീഷൻ എവിടെയാണ് വെച്ച് നടക്കുന്നത് ചോദിച്ചാൽ ദമ്പുള്ളയാണ്, ശ്രീലങ്കയിൽ വെച്ചിട്ടാണ് നോക്കാം. ഇനി ഇന്ത്യസ് ഹയസ്റ്റ് T20 റൺ സ്കോർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹർമൻപ്രീത് കൗറാണ്. നമ്മുടെ മണ്ടാന അല്ലേ, സ്മൃതി മണ്ടാനേനെ ഓവർടേക്ക് ചെയ്തിട്ടാണ് ഹർമൻപ്രീത് ഏറ്റവും കൂടുതൽ റണ്ണ് സ്കോർ ചെയ്ത വ്യക്തിയായിട്ട് മാറിയിരിക്കുന്നത്. ഇനി യൂറോ കപ്പ് ടൈറ്റിൽ എല്ലാവർക്കും അറിയാം സ്പെയിനാണെന്ന് നോക്കാം, 4ാമത്തെ ടൈറ്റിലാണെന്ന് കൂടി നോക്കാം. ഇനി കോപ്പ അമേരിക്ക ആണെങ്കിലോ അർജൻറ്റീനയാണ്, 2ാമത്തെ ടൈറ്റിലാണെന്ന് കൂടി നോക്കാം. ഇനി വിംബിൾട്ടൺ ടൈറ്റിൽ നേടിയത് ആണുങ്ങളുടെ വിഭാഗമാണെങ്കിൽ കാർലോസ് അൽക്കാരസും, പെണ്ണുങ്ങളുടെ വിഭാഗമാണെങ്കിലോ ബാർബറ ക്രച്ച്കോവയാണെന്ന് കൂടി നോക്കാം. കാർലോസ് അൽക്കാരസും ബാർബറ ക്രച്ച്കോവയാണെന്ന് കൂടി നോക്കാം. ഇനി CSK അവരുടെ 3ാമത്തെ സൂപ്പർ കിങ്സ് അക്കാഡമി ആരംഭിക്കുന്നുണ്ട്. അത് എവിടെയാണെന്ന് ചോദിച്ചാൽ സിഡ്നിയാണ്. സോ ആദ്യം ഡല്ലാസ്, പിന്നെ 2 റീഡിങ്, അതായത് അമേരിക്കയിലും UK-യിലും ആരംഭിച്ചിട്ടുണ്ട്. ഒന്ന് ഡല്ലാസ്, 2 റീഡിങ്. ഇനിയിപ്പോൾ ആരംഭിക്കാൻ പോകുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ സിഡ്നിയിലാണ് കൂടി നോക്കാം. അടുത്താണ് ഇൻ്റർനാഷണൽ ടെന്നീസ് ഹാൾ ഓഫ് ഫെയിമിൽ വരുന്ന ആൾക്കാർ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ ലിയാൻഡർ പീസും അതുപോലെ തന്നെ അമൃത് രാജുവാണ് കൂടി നോക്കാം. ഇനി ഹംഗറിയൻ ഗ്രാൻഡ് പ്രിക്സ്, അതായത് ഫോർമുല 2 ആണ്, ഫോർമുല F1 അല്ല F2 ആണ് നോക്കുക. അതിൽ അവാർഡ് ജയിച്ചത് കുഷ് മൈനിയാണെന്ന് നോക്കുക. ഇനി 2024 വുമൻസ് ഏഷ്യ കപ്പ് ടൈറ്റിൽ നേടിയത് ആരാന്ന് ചോദിച്ചാൽ ശ്രീലങ്കയാണ് നോക്കുക. ഓക്കെ, 2024 വുമൻസ് ഏഷ്യ കപ്പ് ടൈറ്റിൽ നേടിയത് ശ്രീലങ്കയാണ്, ഇന്ത്യയെ പരാജയപ്പെടുത്തിയിട്ടാണെന്ന് നോക്കുക. ഇനി ഈ പാരീസ് ഒളിമ്പിക്സിന് വേണ്ടിയിട്ട് ഈ BCCI 8.5 കോടി രൂപയാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, പാരീസ് ഒളിമ്പിക്സിന് വേണ്ടിയിട്ട് മാത്രം 8.5 കോടി രൂപ. എന്നാൽ T20 വേൾഡ് കപ്പ് ചാമ്പ്യൻസിൽ, അതായത് T20 വേൾഡ് കപ്പ് ഇപ്പോൾ കഴിഞ്ഞു, അതിൽ ഇന്ത്യയാണ് ജയിച്ചത്. അവർക്ക് ആ ജയത്തിൻ്റെ ഭാഗമായിട്ട് 125 കോടി രൂപയാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, സോ പാരീസ് ഒളിമ്പിക്സിന് വേണ്ടിയിട്ട് 8.5 കോടി രൂപ കൊടുത്തു. എന്നാൽ ക്രിക്കറ്റ്, അതായത് നമ്മുടെ T20 ജയിച്ച ഇന്ത്യൻ ടീമിന് വേണ്ടിയിട്ട് 125 കോടി രൂപയാണ് കൊടുത്തിരിക്കുന്നത് നോക്കുക. അടുത്തതിന് ഏറ്റവും കൂടുതൽ ഹയസ്റ്റ് ജമ്പ് നേടിയ വ്യക്തി ആരാന്ന് ചോദിച്ചാൽ യാരോസ്ലാവ മഹുച്ഛിക് ആണെന്ന് നോക്കാം, ഉക്രൈൻ്റെ. അതൊന്നും ഇമ്പോർട്ടൻ്റ് അല്ല, ബാക്കിയുള്ളതൊക്കെ നോക്കാം. അടുത്താണ് ICC ചാമ്പ്യൻസ് ട്രോഫി ഇനിയിപ്പോൾ നടക്കാൻ പോവുകയാണ്. സോ നമ്മൾ അടുത്ത കൊല്ലം, സോ അതിനെപ്പറ്റി നമുക്ക് നോക്കാം. ICC ചാമ്പ്യൻസ് ട്രോഫി ആദ്യം നടന്നത് 98-ലാണ്. ഓക്കെ, അന്ന് സൗത്ത് ആഫ്രിക്ക ജയിച്ചു വെസ്റ്റ് ഇൻഡീസിനെ പരാജയപ്പെടുത്തിയിട്ട്. അന്ന് ബംഗ്ലാദേശിൽ വെച്ചിട്ടാണ് ഇത് നടത്തിയത്. ഇനി 8ാമത്തെ, അതായത് ലാസ്റ്റ് നടന്നത് 2017-ലാണ്. അന്ന് പാകിസ്ഥാൻ ജയിച്ചു, ഇന്ത്യനെ പരാജയപ്പെടുത്തിയിട്ട്. എവിടെ വെച്ചാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇംഗ്ലണ്ട് ആൻഡ് വെയിൽസ്. ഇനി 9ാമത്തെ, അതായത് 2025 നടക്കും, അത് എവിടെ വെച്ചാന്ന് ചോദിച്ചാൽ പാകിസ്ഥാനിലാണെന്നും കൂടി നോക്കാം. ഇത്ര മാത്രം ഇത് നോക്കിയാൽ മതി. അതായത് ആദ്യത്തെ സൗത്ത് ആഫ്രിക്ക ജയിച്ചു, കഴിഞ്ഞ കൊല്ലം പാകിസ്ഥാൻ ജയിച്ചു, ഇന്ത്യനെ പരാജയപ്പെടുത്തി, അത് ബ്രിട്ടനിൽ വെച്ചാൽ നോക്കുക. ഇനി അടുത്തത് നടക്കാൻ പോകുന്നത് പാകിസ്ഥാനിലാണെന്നും കൂടി നോക്കുക. ഇത്ര മാത്രം മതി. അടുത്താണ് അശ്വിനി പൊന്നപ്പ, ബാഡ്മിൻ്റൺ താരമാണ്. അതുപോലെ തന്നെ ജെയിംസ് ആൻഡർസൺ, ക്രിക്കറ്ററാണ്, ഇംഗ്ലണ്ടിൻ്റെ. തോമസ് മുള്ളർ, ജർമ്മനീൻ്റെ ഫുട്ബോളറാണ്. ഇവർ റിട്ടയർ ചെയ്തു എന്നും കൂടി നോക്കുക. അടുത്താണ് ഫിഫ റാങ്കിങ്, ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ 1ാം സ്ഥാനം ആരാന്ന് ചോദിച്ചാൽ അർജൻറ്റീനയാണ്, 2 ഫ്രാൻസ്, 3 സ്പെയിൻ. ഓക്കെ, AFS എന്ന് നോക്കുക, അർജൻറ്റീന, ഫ്രാൻസ്, സ്പെയിൻ. ഇനി ഇന്ത്യ എത്രാമതാന്ന് ചോദിച്ചാൽ 124. ഇവിടെ 4ആയിരുന്നെങ്കിൽ അത് കൂട്ടിയാൽ 124 ആയേനെ. സോ അത് ഓർക്കുക, ഇവർ 1, 2, 3, ഇത് 123 വരും, പക്ഷെ 1 കൂട്ടിയാൽ 124. സോ ഫിഫ റാങ്കിങ്ങിൽ 1 അർജൻറ്റീന, 2 ഫ്രാൻസ്, 3 സ്പെയിൻ, ഇന്ത്യ 124. അടുത്താണ് ബ്രാൻഡ് അംബാസഡേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കുക. പ്യൂമ ഇന്ത്യൻ്റെ ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് നിതീഷ് കുമാർ റെഡ്ഡിയും അതുപോലെ തന്നെ റയാൻ പരാഗാണും കൂടി നോക്കാം. അടുത്താണ് പ്ലേ സ്പോർട്സിൻ്റെ ബ്രാൻഡ് അംബാസഡർ മേരികോം, സാനിയ മിർസ, റൺ വിജയ് സിൻഹ. മോട്ടോ GPൻ്റെ ആണെങ്കിൽ ശിഖർ ധവാനാണെന്നും കൂടി നോക്കാം. അടുത്താണ് അവാർഡ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യമാണ് നമ്മൾ പറയുന്നത്. ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവൽ ആയിട്ട് മെൽബണിൽ വെച്ചിട്ട് ഒരാളെ ആദരിച്ചിട്ടുണ്ട്. അത് ആരെന്ന് ചോദിച്ചാൽ രാം ചരനാണെന്ന് നോക്കാം. അടുത്താണ് ബെസ്റ്റ് ടെക്നോളജി അവാർഡ് നേടിയത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് ആണെന്ന് നോക്കാം.
അടുത്താണ് ഡാഷ് ഓണർ വിത്ത് കസ്റ്റമൈസ്ഡ് ഗോൾഡ് കോയിൻ ബൈ ദ ഗ്രെവിൻ മ്യൂസിയം. ആർക്കാന്ന് ചോദിച്ചാൽ ഷാറുഖ് ഖാനെയാണെന്ന് നോക്കുക. അദ്ദേഹത്തിൻ്റെ ഇതിൽ ഒരു നാണയം, സ്വർണ്ണ നാണയം കൊടുത്തിട്ടാണ് ആദരിച്ചതെന്ന് നോക്കുക. അടുത്താണ് ലൊക്കോർണോ ഫിലിം ഫെസ്റ്റിവൽ കരിയർ അവാർഡ് നേടിയത് ഷാറുഖ് ഖാൻ തന്നെയാണെന്ന് നോക്കുക. SRK. ഓക്കെ, ഇത് ഷാറുഖ് ഖാൻ എന്നാണ് ഇത് എഴുതിയിരിക്കുന്നത്. SRK ഷോർട്ട് ഫോം ആണ്. ഓക്കെ, ഷാറുഖ് ഖാൻ. അടുത്താണ് ഡാഷ് റിസീവ് ദ പ്രസ്റ്റീജിയസ് ഒളിമ്പിക് ഓർഡർ ഫ്രം ദ IOC. ആരെന്ന് ചോദിച്ചാൽ അഭിനവ് ബിന്ദ്രയെന്ന് നോക്കാം. ഇനി ഇൻ്റർനാഷണൽ ഫിസിക്സ് ഒളിമ്പ്യാഡ് ഇറാനിൽ വെച്ച് നടന്നിട്ടുണ്ട്. എത്ര മെഡൽ നേടിയെന്ന് ചോദിച്ചാൽ 2 ഗോൾഡും 3 സിൽവറും ആണെന്ന് നോക്കാം. ഇനി വി വെങ്കയ്യ അവാർഡ് നേടിയത് വേദാചലം ആണെന്ന് നോക്കാം. ഇനി ഡോക്ടർ സി നാരായണ റെഡ്ഡി അവാർഡ് നേടിയത് ശിവശങ്കരിയാണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ശിവശങ്കരിയാണെന്ന് നോക്കാം. ഇനി റഷ്യസ് ഹയസ്റ്റ് അവാർഡ് അപ്പോസ്റ്റൽ ഓഫ് ഓർഡർ ഓഫ് ദ സെൻറ്റ് ആൻഡ്രൂസ് ദ അപ്പോസ്റ്റൽ കിട്ടിയത് നരേന്ദ്രമോദിക്കാന്ന് നോക്കാം. ഇനി ഹാൻ വോൺ ഹെൻതിങ് അവാർഡ് നേടിയത് ചൊക്കലിംഗാണെന്ന് നോക്കാം. ഇനി ഡയബറ്റോളജിയിൽ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് നേടിയത് ജിതേന്ദ്ര സിംഗ് ആണെന്ന് നോക്കാം. ഇനി കോസ്പോർ അവാർഡ് നേടിയത് പ്രഹ്ലാദ അഗർവാളാണെന്ന് നോക്കാം. അതുപോലെ തന്നെ ഗോൾഡ് മെഡൽ ഇൻ ഇൻ്റർനാഷണൽ സാൻഡ് സ്കൾപ്ചർ, ഈ മണ്ണിലൊക്കെ ഈ ശില്പങ്ങൾ ഉണ്ടാക്കുന്ന ഇതിന് വേണ്ടിയിട്ട് അവാർഡ് നേടിയത് ആരാന്ന് ചോദിച്ചാൽ സുദർശൻ പട്നായിക്കാണെന്ന് നോക്കുക. അടുത്താണ് സ്പൈസ് അവാർഡ് 2024 നേടിയത് ആരാന്ന് ചോദിച്ചാൽ സ്വപ്ന കല്ലിങ്കലാണെന്ന് നോക്കുക. ഇത് തൃശ്ശൂർക്കാരിയാണ്. സോ സ്വപ്ന കല്ലിങ്കലിനാണ് ഇത് കിട്ടിയെന്ന് നോക്കുക. അടുത്താണ് ഗുൽ ബെഗൻ പ്രൈസ് ഫോർ ഹ്യൂമാനിറ്റി നേടിയ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ ആന്ധ്രാപ്രദേശാണെന്ന് നോക്കുക. അടുത്താണ് ഫസ്റ്റ് കെ സരസ്വതി അമ്മ അവാർഡ് നേടിയത് പി ഗീതയാണ്. തച്ചുക്കൽ എന്നാണ് അവരുടെ കൃതിയുടെ പേര്. തച്ചുക്കൽ പി ഗീതയാണെന്ന് നോക്കുക. കെ സരസ്വതി അമ്മ അവാർഡാണ് കിട്ടിയെന്ന് നോക്കുക. കെ സരസ്വതി അമ്മ അവാർഡാണ് പി ഗീതയ്ക്ക് കിട്ടിയെന്ന് നോക്കുക. ഇത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് നോക്കുക. അടുത്താണ് ഗ്ലോബൽ CSR ESG അവാർഡ് നേടിയത് ശ്രീ കുരുമ്പ ട്രസ്റ്റിനാണെന്ന് നോക്കുക. അടുത്താണ് ഗാന്ധി മണ്ഡല 2020 അവാർഡ് നേടിയത് റിഗോബർട്ട മെൻചു ആണെന്ന് നോക്കുക. ഇനി AIFF അവാർഡ് നേടിയത് ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ ലിയാങ് ചാങ്ടെ, അതുപോലെ തന്നെ ഇന്ദുമതി കത്തിരേഷനാണെന്ന് കൂടി നോക്കാം. അടുത്താണ് ടാക്സ് പെറ്റ് 2 അവാർഡ് നേടിയത് ഭാരതി എയർടെലാണെന്ന് നോക്കാം. അടുത്താണ് ഷെവലിയർ അവാർഡ് നേടിയ കമ്പനി HCL ആണ്. അതിൻ്റെ ഉടമസ്ഥ ആരാന്ന് ചോദിച്ചാൽ റോഷ്നി നാടാറാണെന്ന് നോക്കാം. ഇനി ഹോർട്ടിക്കൾച്ചറിൽ ബെസ്റ്റ് സംസ്ഥാനം നാഗാലാൻഡാണ്. അതുപോലെ തന്നെ ബെസ്റ്റ് അഗ്രികൾച്ചർ സ്റ്റേറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ മഹാരാഷ്ട്ര ആണെന്ന് കൂടി നോക്കാം. ഇനി ദത്തുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യമാണ് നമ്മൾ പറയുന്നത്. കമല പുജാരി എന്ന് പറയുന്ന ഒരു വ്യക്തി, സ്ത്രീ അന്തരിച്ചു. ഇവർ ഓർഗാനിക് ഫാമറായിരുന്നു. പത്മശ്രീ നേടിയിട്ടുണ്ടെന്ന് നോക്കുക. അടുത്താണ് ഈ ഓറോപോച്ച് വൈറസ് വെച്ചിട്ടുള്ള ആദ്യത്തെ മരണം നടന്ന എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രസീലാണെന്ന് നോക്കാം. അടുത്താണ് കേരളമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യമാണ് നമ്മൾ പറയുന്നത്. പ്രൈമറി അമീബിക് മെനിഞ്ചിക്കോപാലിറ്റിസ്, അതായത് PAM എന്ന് പറഞ്ഞിട്ടുള്ളൊരു അസുഖമുണ്ട്. അതായത് ക്യാൻസറസ് ആയിട്ടുള്ള ഇൽനെസ് ആണ്, ബ്രെയിനിനെ ബാധിക്കുന്നതാണെന്ന് നോക്കുക. ഇത് ഉണ്ടാകുന്ന കാരണം എന്താ വെച്ചാൽ ഒരു അമീബയാണ്, അതായത് നൈഗ്ലേറിയ ഫൗലേറി എന്ന ഒരു അമീബ കൊണ്ടാണ് ഇത് ഉണ്ടാകുന്നതും കൂടി നോക്കാം. അടുത്താണ് ബാങ്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യമാണ് പറയുന്നത്. MSME സഹജ് എന്ന് പറഞ്ഞുള്ള ഒരു ലോൺ ആപ്ലിക്കേഷൻ ആപ്പ് കൊണ്ടുവന്നത് SBI ആണ് നോക്കുക. അതുപോലെ തന്നെ സഫീറോ ഫോറക്സ് കാർഡ് കൊണ്ടുവന്നത് ICICI ബാങ്ക് ആണ് നോക്കുക. ഇനി ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി റിപ്പോർട്ട്, ഇത് ഏത് സ്ഥാപനമാണ് കൊണ്ടുവരുന്നത് വെച്ചാൽ RBI ആണ്. ഇത് ഹാഫ് മന്ത് അല്ല 6 മാസം കൂടുമ്പോഴാണ് ഈ റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യുന്നത് നോക്കുക, ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി റിപ്പോർട്ട്. അടുത്താണ് IDFC ബാങ്കിലുള്ള ICICIൻ്റെ ഓഹരി എത്രയാണെന്ന് ചോദിച്ചാൽ 2.68% നോക്കുക. ഓക്കെ, 2.68%. അടുത്താണ് സേഫ്റ്റി റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഇത് കൊണ്ടുവന്ന് മൊബൈൽ സെക്യൂരിറ്റിക്ക് വേണ്ടി കൊണ്ടുവന്ന് പഞ്ചാബ് നാഷണൽ ബാങ്കാണ് നോക്കുക. അടുത്താണ് അമൃത് വൃഷ്ടി ടേം ഡെപ്പോസിറ്റ് കൊണ്ടുവരുന്ന ബാങ്ക് ഏതാണെന്ന് ചോദിച്ചാൽ SBI ആണ് നോക്കുക. ഓക്കെ, അടുത്താണ് സേവ എന്ന് പറയുന്ന ഒരു AI ചാറ്റ് ബോട്ട് കൊണ്ടുവന്ന സെബി ആണെന്നും കൂടി നോക്കാം. അടുത്താണ് IT ആയിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് നമ്മൾ പറയുന്നത്. ഈ മെറ്റാ ക്രൈംസ് എന്ന് പറയുന്ന, അതായത് ഓൺലൈനായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള മെയിൻ ഇഷ്യൂ. അതായത് ഈ VR ഹെഡ്സെറ്റ് പോലുള്ള ഒരു നമ്മളെ കണ്ണിലൊക്കെ വെച്ചിട്ട് നമുക്ക് അപ്പം തന്നെ നമുക്ക് ഓരോ വെർച്വൽ വേൾഡിലേക്ക് ഡയറക്റ്റായിട്ട് നമ്മൾ ഇറങ്ങി ചെന്നിട്ട് ചെയ്യുന്ന ഓരോ അനുഭവം നമുക്ക് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സംവിധാനമാണ് ഈ മെറ്റ.
മറ്റേല്ല ഈ VR ഹെഡ്സെറ്റ് എന്ന് പറഞ്ഞത്. സോ അങ്ങനെ ഒരു 3 ഡയമെൻഷണൽ വേൾഡിലേക്ക് നമ്മൾ നമുക്കറിയാം ഈ കണ്ണട പോലെ ഒരു സാധനം നമ്മൾ വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അതിൽ തന്നെ TV റിയാലിറ്റിക്ക് നമുക്ക് കാണാൻ സാധിക്കാൻ പറ്റും. നമ്മൾ റിയൽ സിറ്റുവേഷൻ അല്ലെങ്കിൽ റിയൽ ടൈമായിട്ട് നമ്മൾ ആ സിറ്റുവേഷനിൽ നടന്നുകൊണ്ട് നിൽക്കുന്ന പോലെ. സോ അങ്ങനെയുള്ള ഒരു ഇത് കൊണ്ടുവരുന്ന സിസ്റ്റം അതിനാണ് നമ്മൾ ഈ മെറ്റയായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പറയുന്നത് മെറ്റാ ക്രൈംസ്. സോ ഇമാതിരി 3 ഡയമെൻഷണൽ വെർച്വൽ വേൾഡ് നമ്മൾ ഈ VR ഹെഡ്സെറ്റും വെച്ചിട്ട് ഇറങ്ങുന്ന ഇതിനെയാണ് ഈ VR ഇമാതിരി ഒരു എൻവറോൺമെൻറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. സോ അങ്ങനെ വരുമ്പോൾ ഇത് ആയിട്ടുള്ള ക്രൈംസ് കൂടുന്നു എന്നാണ് പറയുന്നത്. സോ ദ ക്രൈംസ് ദാറ്റ് ഹാപ്പൻ വിത്തിൻ ദ മെറ്റാവേഴ്സ്, ഇതിനെയാണ് മെറ്റാ ക്രൈം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആഴത്തിലുള്ള ഓൺലൈൻ പരിചയം, അതായത് VR ഹെഡ്സെറ്റ് ഉപയോഗിച്ച് നിങ്ങൾ ഒരു ആക്സസ് ചെയ്യുന്ന ത്രിമാന വെർച്വൽ ലോകം. അതായത് ഞാൻ ഇപ്പോൾ പറഞ്ഞു ഒരു കണ്ണട നമ്മൾ പറയുന്നുണ്ട് ഈ അമ്മാരി VR ഹെഡ്സെറ്റ് പോലെ നമ്മൾ സാധനം ഇത് വെച്ചിട്ട് നമ്മൾ അങ്ങനെ ഒരു വേൾഡിലേക്ക് നമ്മൾ ഇറങ്ങിച്ചില്ല. സോ അങ്ങനെ അത് വെച്ച് കുറേ കഴിയുമ്പോൾ അതുകൊണ്ടുണ്ടാവുന്ന ക്രൈമുകളെയാണ് നമ്മൾ മെറ്റാ ക്രൈംസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്താണ് സെർച്ച് GPT ആപ്പ് കൊണ്ടുവന്നത് ഓപ്പൺ AI നോക്കാം. അതുപോലെ തന്നെ GPT-4 Omni കൊണ്ടുവരുന്നതും ഓപ്പൺ AI ആണ് നോക്കാം. അടുത്താണ് സ്നോ ബ്ലൈൻഡ്, അത് എന്താണെന്ന് ചോദിച്ചാൽ മാൾവെയർ ആണ് നോക്കുക. ഓക്കെ, സ്നോ ബ്ലൈൻഡ് എന്താണെന്ന് ചോദിച്ചാൽ മാൾവെയർ ആണ് നോക്കുക. അടുത്താണ് ലാമ 3 ഡെവലപ്പ് ചെയ്തത് മെറ്റയാണ് നോക്കുക. സോ സെർച്ച് GPT ഓപ്പൺ AI ആണ്. അതേപോലെ തന്നെ GPT-4 ഒമ്നി എന്താണെന്ന് ചോദിച്ചാൽ അതും ഓപ്പൺ AI കൊണ്ടുവന്നതാണ്. ഇനി ലാമ AI മോഡൽ കൊണ്ടുവന്നത് ആരാന്ന് ചോദിച്ചാൽ മെറ്റ സ്ഥാപനമാണ് നോക്കുക, അതായത് ഫേസ്ബുക്ക്. അടുത്താണ് സ്പേസ് മിഷൻ, അതായത് ഈ പോളാറിസ് ഡോൺ മിഷൻ്റെ അത് സ്പേസ് എക്സിൻ്റെ ആണ്. ആളെ അതായത് സ്പേസ് ടൂറിസമായിട്ട് ബന്ധപ്പെട്ടാണ് നോക്കുക. അതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് കൊണ്ടുവന്ന വ്യക്തി ഏതാണെന്ന് ചോദിച്ചാൽ ഐസക് മാൻ ആണ് നോക്കുക. ഓക്കെ, ജെറാഡ് ഐസക് മാൻ. അടുത്തന്നെ നിസാർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സാറ്റലൈറ്റ് ഉണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ നാസ ആൻഡ് ISRO സിന്തറ്റിക് അപ്പർച്ചർ റഡാർ സാറ്റലൈറ്റ് ആണ്. ഇന്ത്യയും ഫ്രാൻസും നാസയും കൂടി ചേർന്നിട്ടാണ് ഇത് ഡെവലപ്പ് ചെയ്ത് നോക്കുക. അതായത് എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റ് ആണ് നോക്കുക. അടുത്തന്നെ ഗോൾഡ് സാറ്റലൈറ്റ് ഡെവലപ്പ് ചെയ്തത് നാസയാണ് നോക്കുക. ഓക്കെ, ഇനി അരിയാന 6 റോക്കറ്റ് ഏത് രാജ്യത്തെന്ന് ചോദിച്ചാൽ യൂറോപ്പിൻ്റെ ആണ് നോക്കുക. അടുത്താണ് സ്പീഷീസുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യമാണ് നമ്മൾ പറയുന്നത്. പുതിയതായിട്ട് കണ്ടെത്തിയ സ്പീഷീസ് ഈ തിനോഫിയർ അപ്പത്താനി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുതിയ സ്പീഷീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഈ സീറോഫയർ അപ്പത്താനി എന്താണെന്ന് ചോദിച്ചാൽ ഫ്രോഗാണ്. അത് അരുണാചൽ പ്രദേശിലാണ് ഇതിനെ കണ്ടെത്തി നോക്കുക. ഇനി ലോഗോകാന്തസ് സുതാൻസ് കാരി, ഓക്കെ, ലോഗോകാന്തസ് സുതാൻസ് കാരി എന്ന് പറയുന്ന ഒരു പുതിയ പ്ലാന്റാണ്. ഇറ്റാനഗർ വൈൽഡ് ലൈഫ് സാങ്ച്വറിയിലാണ് ഇത് കണ്ടെത്തിയെന്ന് നോക്കുക. ഇനി ഒരു ഡീപ് വാട്ടർ ഷാർക്കിനെ ഇപ്പോൾ അടുത്ത് കണ്ടെത്തി, എവിടെയെന്ന് ചോദിച്ചാൽ കേരളത്തിലാണ് നോക്കുക. അതുപോലെ 2 ഫ്ലവർ സ്പീഷീസ് പൂക്കളെയും കണ്ടെത്തി, അതെവിടെയെന്ന് ചോദിച്ചാൽ കേരളത്തിലാണ് കൂടി നോക്കാം. ഇത്രയുള്ള സ്പീഷീസുമായിട്ട് ബന്ധപ്പെട്ട്. ഇനി അടുത്ത എക്സസൈസുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് നോക്കാം. ഒന്ന് എക്സസൈസ് മൈത്രി, അത് ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലാണെന്ന് ചോദിച്ചാൽ ഇന്ത്യയും തായ്ലാൻഡും. അതുപോലെ തന്നെ നൊമാഡിക് എലിഫൻറ്റ്, അത് ഇന്ത്യയും മംഗോളിയയും തമ്മിലാണ് നോക്കാം. അടുത്താണ് ബിർലിഷിക് എക്സസൈസ് എവിടെ വെച്ചാണെന്ന് ചോദിച്ചാൽ കസാഖിസ്ഥാനിൽ വെച്ചിട്ടാണ് നടക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഗൈസ് ഇത്രയുള്ള ജൂലൈ ആയിട്ട് ബന്ധപ്പെട്ടുള്ള കറണ്ട് അഫയേഴ്സ് കുറച്ച് കൂടിയെന്ന് അറിയാം. പക്ഷെ എന്നിരുന്നാലും ഇത് ഒരു ഫുൾ മന്ത് കറണ്ട് അഫയേഴ്സാണ്. ഓക്കെ, ഫുൾ മന്ത് കറണ്ട് അഫയേഴ്സാണ് ഈ തന്നിരിക്കുന്നത്. നിങ്ങൾ ആലോചിക്കണം. ഒരു കാര്യം കൂടി ഞാൻ പറയാം. നമുക്ക് ഏതൊരു എക്സാം ആയിക്കോട്ടെ കറണ്ട് അഫയേഴ്സിന് ഒരു ഇമ്പോർട്ടൻ്റ് സ്ഥാനം തന്നെ ഉണ്ട്. ഓക്കെ, ഇപ്പോൾ PSCക്ക് ആയിക്കോട്ടെ ചിലപ്പോൾ 30 ചോദ്യം വരെ ചോദിക്കാം, LDCക്കൊക്കെ. ഇനി SSC പോലുള്ള എക്സാമുകൾക്കായാലും റെയിൽവേ ആയിക്കോട്ടെ, ഇനി വേറെ ഏത് സെൻട്രൽ ഗവൺമെൻറ് ജോലി ആയിക്കോട്ടെ, ഇതിലൊക്കെ കറണ്ട് അഫയേഴ്സിന് ഒരു ഇമ്പോർട്ടൻ്റ് പദവിയുണ്ട്. 25 അല്ലെങ്കിൽ 40 ചോദ്യം വരെ ചിലപ്പോൾ കറണ്ട് അഫയേഴ്സിൽ നിന്ന് വരാം. ഇത്രയും ഇത് നിങ്ങൾക്ക് കിട്ടിയാൽ തന്നെ ഒരുവിധം നിങ്ങൾക്ക് കട്ട് ഓഫ് കടക്കാൻ എളുപ്പമാണ്. കാരണം ഇതിന് മുമ്പ് വന്നിരിക്കുന്ന കട്ട് ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ 70ഒക്കെയാണ്. ജനറൽ കാറ്റഗറിയൊക്കെ ആണെങ്കിൽ 75 വരെ വരാറുണ്ട്. സോ അത്രയും കടക്കുന്നതിൽ ഒരു 40 മാർക്ക് 35 നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സിന് കിട്ടി. പിന്നെ റീസണിങ് നിങ്ങൾക്കൊരു 25 കിട്ടി. പിന്നെ ജനറൽ ഇൻ്റലിജൻസ്, അതുപോലെ തന്നെ മാത്സിലൊക്കെ നിങ്ങൾക്ക് ഒരു 20 കിട്ടി. ഇപ്പോൾ ഇത് കൂട്ടിയാൽ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ എത്രയായി? 75ആയി. സോ കടക്കാൻ എളുപ്പമല്ലേ.
സോ അതുകൊണ്ടാണ് പറഞ്ഞത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട എന്തും ആയിക്കോട്ടെ ഈ കറണ്ട് അഫയേഴ്സ് തന്നെയാണ് പ്രധാനം. ഇപ്പോൾ നമ്മളിപ്പോൾ ഈ ചെയ്തിരിക്കുന്ന ജൂലൈ മാസത്തെ കറണ്ട് അഫയേഴ്സ് എന്ന് പറഞ്ഞാൽ ഫുൾ കറണ്ട് അഫയേഴ്സ് ആണ്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വേറെ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണേണ്ട ആവശ്യമില്ല. ഓക്കെ, നോ അതർ വീഡിയോസ് ടു വാച്ച്. നിങ്ങൾക്ക് വേറെ ഒരു വീഡിയോ ഇനി ഇതിൻ്റെ കൂടുതൽ കാണണ്ട. എല്ലാ മേഖലയിൽ നിന്നുള്ള കറണ്ട് അഫയേഴ്സും എടുത്തിട്ടാണ് നമ്മൾ ഇതിൽ ചെയ്തിരിക്കുന്നത്. സോ ഇനി നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ ഇനി കറണ്ട് അഫയേഴ്സ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഇതന്നെയാണ് ഒരു മാസം വരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ്. അതെല്ലാം ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. സോ ഇത് കണ്ട് ഇത് നിങ്ങൾ 2-3 തവണ ഇനി അടുത്ത 30 ദിവസം കഴിയുമ്പോൾ അടുത്ത കറണ്ട് അഫയേഴ്സ് അതായത് ഓഗസ്റ്റിലത്തെ വരുള്ളൂ. ആ ഒരു 30 ദിവസം നിങ്ങൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു പൈതി ഭാഗം, ഞാൻ ഓരോ ഭാഗമായിട്ടാണല്ലോ തന്നിരിക്കുന്നത്. നിങ്ങൾക്ക് അറിയാം ഇന്ത്യ, അതുപോലെ തന്നെ വേൾഡ്, സ്പോർട്സ്. സോ നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ ഈ ഓരോ ഭാഗം ഓരോ ദിവസം അല്ലെങ്കിൽ 2 ദിവസം കൂടുമ്പോൾ എടുത്ത് വായിച്ചാൽ മതി. നിങ്ങൾക്കിത് സെറ്റായിരിക്കും. ഓക്കെ, ഇതിൽ കൂടുതൽ പിന്നൊന്നും ഈ ഒരു മാസം ചോദിക്കില്ല. ഇങ്ങനെ നിങ്ങൾ ഇപ്പോൾ ഞാൻ ചെയ്തിരിക്കുന്ന, അതായത് നമ്മുടെ ഈ ചാനൽ കറണ്ട് അഫയേഴ്സ് 365 ഈ ചാനലിൽ ചെയ്തിരിക്കുന്ന ഏപ്രിൽ മാസത്തെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഏപ്രിൽ മെയ്യിലത്തെ നമ്മൾ ചെയ്തിട്ടുണ്ട്, ജൂണ് ചെയ്തു, ഇപ്പോൾ ഇതാ ജൂലൈ. ഈ 4 മാസത്തെ നിങ്ങൾ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ കോൺഫിഡൻസ് ഇപ്പോൾ ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ, ഇതേപോലെ മാത്രം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഞാൻ പറയുന്നു ഒരു മാസം കൊണ്ട് നിങ്ങൾക്ക് ഇതിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഒരു ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഇത് പറ്റില്ല. ഞാൻ ഉറപ്പിച്ച് ഞാൻ പറയുന്നു, ഈ ജൂലൈ മാസത്തെ ഈ കറണ്ട് അഫയേഴ്സ് നിങ്ങൾ ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഒരു 13 സെക്ഷൻസ് നമ്മൾ ഏറ്റവും ആദ്യം നമ്മൾ പറഞ്ഞിരുന്നു, ടോപ്പിക്സ് ടു ബി കവേർഡ് എന്ന് പറഞ്ഞിട്ട് ഒരു 13-15 ഭാഗം നമ്മൾ പറഞ്ഞിരുന്നു. ഈ 13 അല്ലെങ്കിൽ പോട്ട് 15 ഭാഗം ഉണ്ടെന്ന് വെച്ചോ. ഒരു ഭാഗം നിങ്ങൾ 2 ദിവസം വെച്ചിട്ട് നോക്ക്. അങ്ങനെ മൊത്തം 30 ദിവസം. ഈ 30 ദിവസം കൊണ്ട് നിങ്ങൾക്ക് വന്നിരിക്കുന്ന മാറ്റം നിങ്ങളൊന്ന് മനസ്സിലാക്കി നോക്ക്. അതായത് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഒരു മാസം ഫുൾ കറണ്ട് അഫയേഴ്സ് നിങ്ങൾ തീർത്തിരിക്കും. പിന്നെ ഇത് പഠിക്കില്ല, നിങ്ങൾക്ക് ഓർമ്മയിൽ വരും. നിങ്ങളൊരു എക്സാം എഴുതാൻ പോകുമ്പോൾ അവിടെ ഓപ്ഷൻസ് ഉണ്ട്, ABCD എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങൾ ഈ വായിച്ചതിൻ്റെ ഈ ഓർമ്മയിൽ നിങ്ങൾക്ക് ഈ ഉത്തരം നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടും. ഓപ്ഷൻ ഇല്ലാണ്ടല്ല നിങ്ങൾ പോകുന്നത്. അപ്പോൾ ഇത് വായിച്ച് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇത് സെറ്റായിരിക്കും, ഉറപ്പാണ്. ഇതിങ്ങനെ ഒരു മാസം നിങ്ങൾ ചെയ്യുന്നു. ഇങ്ങനെ നമ്മുടെ ഈ ഏപ്രിൽ മെയ്യും ജൂണിലത്തെയും നിങ്ങൾ ഇതേപോലെ തന്നെ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായും ഓരോ മാസത്തെ നിങ്ങൾ സെറ്റാക്കി വരും. മാത്രമല്ല നമ്മൾ ഈ ഇയർ എൻഡ്, അതായത് 2024 തീരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഈ ഒരു കൊല്ലത്തെ ഫുൾ കറണ്ട് അഫയേഴ്സ് സെറ്റായിരിക്കും. ഒരു കാര്യം കൂടി നിങ്ങൾക്ക് ഞാൻ പറയാം. ഈ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് എന്ന് പറഞ്ഞിട്ട് പല ചാനലിലും നിങ്ങൾക്ക് തരുന്നത് ചിലപ്പോൾ ഒരു 100 ചോദ്യമൊന്നും തീർച്ചയായിട്ടും ഉണ്ടാവണമെന്നില്ല, ചിലപ്പോൾ ഉണ്ടായിരിക്കാം. പക്ഷേങ്കിൽ ഏതാണ് ഈ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് അത് നിങ്ങളൊന്ന് ആലോചിക്കുക. ഈ ഇവർ തരുന്ന ചാനൽ ഒരു 100 തന്നു, നിങ്ങൾ ആ 100 കണ്ടു, പക്ഷേ ഈ 100 വന്നില്ലെങ്കിലോ നിങ്ങൾക്ക് ഒരു മാർക്ക് പോയില്ലേ? മൈനസ് ആവില്ല, ചിലപ്പോൾ നിങ്ങൾക്ക് മാർക്ക് കിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്യും? ചിലപ്പോൾ ഞാൻ കാണാറുണ്ട് ഒരു കൊല്ലത്തെ കറണ്ട് അഫയേഴ്സ് എന്ന് പറഞ്ഞിട്ട്, ചിലപ്പം 2020 നമുക്ക് അങ്ങനെ ചെയ്യാം. പക്ഷേങ്കിൽ നിങ്ങൾ ഒരു കാര്യം ആലോചിക്കണം, ഇത് 2024 2023 മുതലുള്ള 2023 ജനുവരി മുതലുള്ള സകല കറണ്ട് അഫയേഴ്സും അരച്ച് കലക്കി കുടിക്കണം. ഒരു സംശയം വേണ്ട. 2023 ജനുവരി മുതൽ 2024 വരെയുള്ള ഫുൾ കറണ്ട് അഫയേഴ്സ് നിങ്ങൾ അരച്ച് കലക്കി കുടിച്ചാൽ മാത്രമാണ് നിങ്ങൾക്ക് ഇതിന്ന് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാണ്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു തരത്തിലും ഇതിന്ന് മാർക്ക് കിട്ടില്ല. മാത്രമല്ല നിങ്ങൾക്കൊരു മാർക്ക് നഷ്ടപ്പെടുകയും ചെയ്യും. ഏത് വേണമെന്നുള്ളത് നിങ്ങൾക്ക് നിങ്ങളുടെ ചോയ്സാണ്. ഇത് ഞാൻ നിങ്ങൾക്ക് ഒരു ഇൻഫർമേഷനായിട്ട് ഷെയർ ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. ഓക്കെ, അല്ലാണ്ട് ഇപ്പോൾ എനിക്ക് എൻ്റെ വീഡിയോസ് കൂട്ടാനോ അതിന് വേണ്ടിയിട്ടൊന്നും അല്ല, എന്നാലും അതിന് വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞതെന്ന് മാത്രം. ഓക്കെ, സോ ഓർക്കുക, ഞാൻ ഈ പറഞ്ഞ പോലെ ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഇതിൻ്റെ ഇഫക്റ്റ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇത് പറയുന്നത്. ഓക്കെ, തീർച്ചയായിട്ടും ഈ ഇപ്പോൾ നമ്മളിപ്പോൾ ഇനിയിപ്പം വൈകിട്ടൊന്നുമില്ല, ഇനിയിപ്പോൾ എക്സാമൊക്കെ വരുന്നതേ ഉള്ളൂ. അതിന് മുമ്പേ നിങ്ങൾക്ക് സെറ്റാക്കാം. പിന്നെ ഒരു കാര്യം കൂടി പറയാം. ഈ ഒരു കൊല്ലത്തെ കറണ്ട് അഫയേഴ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ചിലപ്പോൾ 2 കൊല്ലത്തെ കറണ്ട് അഫയേഴ്സൊക്കെ നമുക്ക് ഒരു ദിവസം കൊണ്ട് പഠിക്കുക എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമില്ല മക്കളെ. കാരണം
കറണ്ട് അഫയേഴ്സ് എന്ന് ഞാൻ പറഞ്ഞല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം തന്നെ. അതുകൊണ്ട് ഈ ഒരു കൊല്ലത്തെ കറണ്ട് അഫയേഴ്സ് നിങ്ങൾ എങ്ങനെ പഠിച്ചു തീർക്കുന്ന ഈ പറയുന്നു? ഒരിക്കലും നിങ്ങൾക്ക് സാധ്യമല്ല. നിങ്ങൾക്ക് അതിന് പകരം മൈനസ് അടിക്കുകയുള്ളൂ. സോ അതിനും മെനക്കെടണ്ട, ഇപ്പോൾ സമയമുണ്ട്. ഇപ്പോൾ നമ്മളെ ഇന്നത്തെ ഈ വീഡിയോ കണ്ടിട്ടുള്ളവർ തീർച്ചയായിട്ടും ഈ ജൂലൈയിലെ ഈ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഓരോ ദിവസം നോക്കുക. അടുത്ത ഓഗസ്റ്റ് ആകുമ്പോഴത്തേക്കും ഈ ജൂലൈ കറണ്ട് അഫയേഴ്സ് നിങ്ങൾക്ക് സെറ്റായിരിക്കും. ഓക്കെ, അതേപോലെ തന്നെ ജൂണിൽ നിങ്ങൾ ഇതേപോലെ ചെയ്യും, മെയ്യിലും ഇതേപോലെ തന്നെ ചെയ്യും, പിന്നെ ഏപ്രിലും. ഇത്രയും നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ പഠിക്കുന്ന നോളേജ് ഓട്ടോമാറ്റിക്കലി ഇമ്പ്രൂവ് ആവും. നിങ്ങൾ അറിയാണ്ട് തന്നെ ഓരോ ചോദ്യം, നിങ്ങൾ ഈ ചോദ്യം കാണുമ്പോൾ ഓപ്ഷൻ എ ബി സി ഡി ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി എഡിറ്റ് ചെയ്ത് സെലക്ട് ചെയ്യും. മാത്രമല്ല ഈ 4 മാസം കൊണ്ട് ഈ 4 മാസത്തെ കറണ്ട് അഫയേഴ്സ് നിങ്ങൾ ഇതേപോലെ ചെയ്യുമ്പോൾ വേറെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അടുത്ത മാസത്തെ ആയിക്കോട്ടെ ഇതേപോലെ തന്നെ നിങ്ങൾക്ക് പക്ക സെറ്റായിട്ട് പോകും. പിന്നെ നിങ്ങളിത് മറക്കൂല. പിന്നെ ഒരു കൊല്ലത്തെ കറണ്ട് അഫയേഴ്സ് എന്ന് പറഞ്ഞിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് അത് നോക്കേണ്ട ആവശ്യമില്ല, നിങ്ങളുടെ സമയം ലാഭിക്കാം. സോ ഇതൊരു ടിപ്പ് എന്ന നിലയ്ക്ക് നിങ്ങൾ കണക്കാക്കുക. തീർച്ചയായിട്ടും ഇങ്ങനെ ചെയ്താൽ നിങ്ങളുടെ നോളേജും ഇമ്പ്രൂവ് ആവും. കറണ്ട് അഫയേഴ്സ് ഞാൻ ഒന്നും കൂടി പറയാം, കറണ്ട് അഫയേഴ്സ് പഠിക്കാനല്ല, ഓക്കെ, പഠിക്കാനുള്ളതല്ല, അത് ഓർത്തിരിക്കാനാണ്. ഇത് ഓർത്തിരിക്കുമ്പോഴാണ് നിങ്ങളുടെ മെമ്മറി കപ്പാസിറ്റി ഇമ്പ്രൂവ് ആവുള്ളൂ. ഓക്കെ, നമ്മുടെ മെമ്മറി കപ്പാസിറ്റി എന്താ? നമുക്ക് ഓർത്തിരിക്കാനുള്ള കഴിവാണ്. ഒരു ചോദ്യം കാണുമ്പം തന്നെ ഇപ്പോൾ ഒന്നും വേണ്ട, നമുക്ക് നരേന്ദ്രമോദിയെ ആ പേര് കേൾക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ മുഖം നമുക്ക് ഓർമ്മ വരുന്നു. സെയിം അത്ര തന്നെ ചിക്കൻ ബിരിയാണി കാണുമ്പോൾ നമുക്ക് ആ ചിക്കൻ ബിരിയാണീൻ്റെ ഇത് സങ്കല്പിക്കാൻ പറ്റും. അതേപോലെ തന്നെ ഇത് ഈ 4 മാസത്തെ നിങ്ങൾ ഇതേപോലെ ഒന്ന് ചെയ്തു നോക്കുക, എന്നിട്ട് അതിൻ്റെ റിസൾട്ട് നമ്മുടെ കമൻറ്റിലിടുക, നിങ്ങൾക്ക് മാറ്റം വരുന്നുണ്ടോ ഇല്ലയോ എന്ന്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.